ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയിൽ ഉപേക്ഷിക്കുകയില്ല നരളി ചെയ്തതായ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. നമ്മളെ കൈവിടാത്ത, നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു വലിയ ദൈവമാണ് നമ്മെ ഹല്ലേലൂയ തൻ്റെ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സ്നേഹം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ അറിയുവാൻ കർത്താവിടെയായി തീരട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ. കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവല്ലോ? അതെ, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിലെ കടന്നുപോയ വഴികളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അപ്പാ, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ സാന്നിധ്യം അപ്പാ ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. അല്പസമയം കൂടെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ കർത്താവേ, അങ്ങ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാനും കൂടെ ദാസിയെ പരിശുദ്ധാത്മാവ ബലപ്പെടുത്തുമാറാകണമേ. വായോടും നാവോടും അങ്ങയുടെ ആത്മാവ് കൂടെ ഇരുന്നാട്ട. കർത്താവേ, ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യത്തിലൂടെ അല്പസമയം ഇരുത്തിയാട്ട. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ് സിസ്റ്റർ. നമ്മോടൊപ്പം ഇവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നതെന്നും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊന്ന് പരിചയപ്പെടുത്തിയാട്ട. ഓക്കെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പൽക്കാലം നിങ്ങളോടൊപ്പം ഈ ജോയ്സ് ലൈവ് ടി വിയിൽ കടന്നു വന്ന് എന്റെ സാക്ഷ്യം പറയാൻ തക്കവണ്ണം ദൈവം എനിക്ക് ഒരുക്കിയ ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് ഈ ജോയ്സ് ലൈവ് ടി വിയുടെ എല്ലാ പ്രവർത്തകരെയും ഈ സമയത്ത് നന്ദി അറിയിക്കുന്നു. കാരണം ഇങ്ങനെയൊരു അവസരം എനിക്ക് ഇതിലേക്ക് ഒരുക്കി തന്നത് ഓർത്തിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിപ്പോ ജോയിൻ ചെയ്തിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാനും എനിക്ക് 2 കുഞ്ഞുങ്ങളാണ് ഞാനിപ്പോ ഇവിടെ താമസിക്കുന്നത്. ആമേനോ. ഓക്കെ സിസ്റ്റർ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ആ ഗുജറാത്തിലെ ദൈവദാസിയെ കർത്താവ് ഉപയോഗിക്കുന്ന വിധങ്ങളും ഒക്കെ പറയാനുള്ളതായ അവസരമാണ് ഇനി നൽകി തരുന്നത്. പ്രിയ ദൈവദാസിയ അവസരം കർത്താവിന്റെ നാമത്തിൽ ഉപയോഗിച്ചാട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഓക്കെ, താങ്ക് യു. ഒരിക്കൽ കൂടി ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഇങ്ങനെയൊരു അവസരം എനിക്ക് ഈ ജോയ്സ് ലൈവ് ടി വിയില് ദൈവമായ കർത്താവായിട്ടാണ് ഒരുക്കിയതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം ദൈവം നമുക്ക് ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായിട്ട് ചെയ്യുന്നു. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് ഇപ്രകാരം വായിക്കുന്നു: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നോ അതെല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ടാണ് ദൈവം ഉപയോഗിക്കപ്പെടുവാനായിട്ട് നമ്മളിൽ കൂടി ആഗ്രഹിക്കുന്നത്. ഇന്ന് പൽക്കാലം ഈ ലൈവ് പ്രോഗ്രാമിലൂടെ കടന്നു വരുവാനും അല്പസമയം എൻ്റെ ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു കേരളത്തിലെ ഒരു എറണാകുളം ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമായ പെരുമ്പാവൂർ പട്ടണം, അതിനോട് ചേർന്നുള്ള ഒരു ഐമുറി എന്ന ഒരു സ്ഥലത്താണ് ഞാൻ, ഒരു ചെറിയൊരു വില്ലേജില് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. ഒരു ഹിന്ദു ഭവനത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെടുവാൻ ഇടയായി തീർന്നത്. എനിക്കൊരു 5 വയസ്സുള്ളപ്പോ മുതല് എനിക്ക് എൻ്റെ പിതാവ്, ഒരു 5 വയസ്സുള്ളപ്പോ തന്നെ എൻ്റെ പിതാവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകാൻ ഇടയായി തീർന്നു. പിന്നീട് ഞങ്ങള് പിതാവ് ഉള്ളപ്പോഴായാലും ഞങ്ങള് അമ്മയുടെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അമ്മയുടെ ഭവനത്തില് പിതാവിന്റെ ഭവനക്കാരെ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആളുകളൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല. കാരണം അവരുമായിട്ടുള്ള യാതൊരു ബന്ധവും പിതാവിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ കുഞ്ഞു നാള് മുതല് ജനിച്ചു വളർന്നതെല്ലാം അമ്മയുടെ വീട്ടിലായതുകൊണ്ട് അമ്മയുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങള് വളർന്നത്. അമ്മയുടെ ആളുകളാണ് ഞങ്ങളുടെ ആളുകൾ എന്ന് ഞങ്ങള് കരുതി അങ്ങനെ ജീവിച്ച ഒരു അവസരമായിരുന്നു. എന്നാൽ ഞാൻ ജനിച്ചു വളർന്ന, എനിക്ക് ഓർമ്മ വെക്കുമ്പോ തൊട്ടുള്ള കാലം മുതല്
ഞങ്ങളുടെ ജീവിതത്തില് ഒരു സമാധാനോ ഒരു സന്തോഷമോ കുഞ്ഞുനാളിൽ കിട്ടേണ്ടതായിട്ടുള്ള യാതൊരു ലാളനകളോ അല്ലെങ്കിൽ ഒരു സ്നേഹമോ ഒന്നും ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുവാൻ ഇടയായി തീർന്നിട്ടില്ല. കാരണം അതുപോലെ ഒരു കഷ്ടതയുടെ നടുവിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. കാരണം കുഞ്ഞുനാള് മുതല് ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ ഈ ആങ്ങളമാര് 3-4 ആങ്ങളമാരുണ്ട്. പക്ഷെ എല്ലാം എന്നാ പറയണ വെള്ളത്തിന് മദ്യത്തിനും ഒക്കെ അടിമപ്പെട്ടവരായിരുന്നു. അവര് പലയിടങ്ങളിലാണ് താമസിക്കുന്നതെങ്കിലും വീട്ടിലേക്ക് കയറി വന്ന എപ്പോഴും എന്ന് കയറി വരുന്നു അന്നെല്ലാം മദ്യം കുടിച്ചു വരുന്നത് കൊണ്ട് ഞങ്ങളുടെ വീട്ടിലെന്നും വഴക്കാ. അവര് എപ്പോ വന്നാലും, അല്ലെങ്കിൽ എന്റെ അമ്മച്ചിയുടെ അച്ഛനുണ്ട്, പുള്ളി ആയാലും വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വഴക്കൊന്നും മറ്റുള്ളവരോടല്ല, എന്നാലും ചുമ്മാ തെറ്റും തെറി അല്ലാതെയുള്ള ഇതൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിച്ചു വളർന്നത്. കുഞ്ഞുനാളിലെ ഒരു സമാധാനമോ അല്ലെങ്കിൽ ഒരു സന്തോഷം ഒന്നും ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ അമ്മാവന്മാരൊക്കെ വീട്ടിൽ വരുമ്പോ ഞങ്ങൾക്ക് പേടിയാ കുഞ്ഞുനാളില്. കാരണം അവര് വീട്ടിൽ വന്നാൽ അന്ന് ഭയങ്കര വഴക്കായിരിക്കും. വഴക്കെന്ന് പറഞ്ഞാൽ അത് ചുമ്മാ വായ കൊണ്ടല്ല, അത് കൈകൊണ്ടും കല്ലെടുത്തും അല്ലെങ്കിൽ കത്തിയെടുത്ത് കുത്തിയും അങ്ങനെയുള്ള ഒരു ഭയങ്കര ഒരു വഴക്കില ഇത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുനാളായിരുന്നപ്പോ മുതല് കുഞ്ഞുനാളിൽ ഇത് കണ്ടത് കൊണ്ട് എന്റെ മനസ്സിന് ഭയങ്കര ഒരു പേടിയാ. ഇപ്പൊ ആരെങ്കിലും ഒരു ഒച്ചയിൽ ഒരു ശബ്ദം ഇട്ടാലും ആ പേടി എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. കുഞ്ഞുനാള് പോലെ ആരെങ്കിലും ഒരു ഒച്ച എടുത്ത് സംസാരിക്കുമ്പോഴും ആ പേടി ഉള്ളിൽ തട്ടി കിടക്കുന്നത് കൊണ്ട് ഒരു ഭയങ്കര ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് തന്നെ. ഞങ്ങളന്ന് എന്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ സ്ഥിരം ഞങ്ങളുടെ ഭവനത്തില് ഇങ്ങനെയുള്ള ഈ വഴക്ക് ഉണ്ടാകുന്നത് കൊണ്ട് ഞങ്ങളുടെ ഒരു അയൽവക്കക്കാര് പോലും ആര് കിടന്ന് നിലവിളിച്ചാലോ ഒന്നും കേറി വരത്തില്ല. കാരണം സ്ഥിരം പരിപാടിയാന്നുള്ള ധാരണയില് അവരങ്ങ് നടക്കും. അത് പിറ്റേ ദിവസം ഞങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോ ഞങ്ങളോടാണ് ആളുകൾ ചോദിക്കുന്നത്, ഇന്നലെ എന്തായിരുന്നു ഭവനത്തില് ഇങ്ങനെയാണ്. അങ്ങനെ ഒരു എന്നാ പറയുന്ന ഒരു നാണക്കേട് സഹിച്ച മറ്റുള്ളവരുടെ മുൻപില് തല ഉയർത്തി നിൽക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് എന്റെ കുഞ്ഞുനാള് മുതല് ഞാൻ ജീവിക്കുവാൻ ഇടയായിത്തീർന്നത്. കാരണം മറ്റുള്ളവരാല് തള്ളപ്പെട്ട ഒരു ഭവനമായിരുന്നു ഞങ്ങളുടേത്. മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഭവനമായിരുന്നു ഞങ്ങളുടേത്. ഞങ്ങൾക്ക് ആരും എന്ത് നടന്നാലും ആ ഭവനത്തിലേക്ക് ആരും കടന്നു വരത്തില്ല. അവരെന്തെങ്കിലും ഇടപെടാൻ വന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോടും കൂടി അവരെ വഴക്കുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെറുപ്പത്തില് എന്റെ മാതാവിനാണെങ്കിലും എപ്പോഴും മാതാവിന് മാതാവിന്റെ വയറ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. അപ്പൊ ആ മുഴയുണ്ടായിരുന്നത് കൊണ്ട് എന്റെ മാതാവ് എപ്പോഴും എനിക്കൊക്കെ ഓർമ്മ വയ്ക്കുമ്പോ എന്റെ അമ്മച്ചി 6 മാസം ഗവൺമെന്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാൻ പോയിട്ടുണ്ട്. പിന്നെ അമ്മച്ചി കടന്നു വന്നത് 6 മാസം കഴിഞ്ഞതിന് ശേഷം. പിന്നെ അമ്മച്ചിനെ കാണണമെങ്കിൽ 6 മാസം കഴിയണം. അതിന്റെ ഇടയ്ക്ക് വല്ലപ്പോഴും ആരെങ്കിലും ആശുപത്രി കൊണ്ടുപോയാൽ ചെന്ന അമ്മച്ചിയെ കാണും. അല്ലെങ്കിൽ ഞങ്ങള് ഒരു ഇതിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് എന്റെ പ്രിയ മാതാവിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അവരെന്തെങ്കിലും ചെയ്ത് അങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് എന്റെ മാതാവിനെ പിന്നീട് ഞാൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അമ്മച്ചിക്ക് വീണ്ടും വയറുവേദന തുടങ്ങി. വയറ്റത്ത് ഭയങ്കര ഒരു മുഴയായിരുന്നു. അപ്പൊ ആലുവ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലെ ഒരു തരകൻ എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുടെ ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ അഡ്മിറ്റ് ആക്കി. അപ്പൊ അവിടെ വലിയൊരു പൈസയുടെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് അന്നൊന്നും അവിടെ ഓപ്പറേഷൻ ചെയ്തില്ല. എന്നാൽ അപ്പുറത്തേക്ക് മാറി ഗവൺമെന്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി. അങ്ങനെ അഡ്മിറ്റ് ആക്കിയപ്പോ അമ്മച്ചിക്ക് ഇന്ന ദിവസം ഒരു ഓപ്പറേഷൻ നിർണയിച്ചു. അപ്പൊ അമ്മച്ചി ആ സമയത്ത് എന്റെ മാതാവ് ഹിന്ദു ആയിരുന്നെങ്കിലും അമ്മച്ചി അധികം ഇങ്ങനെ വലിയ ദൈവവിശ്വാസിയോ അല്ലെങ്കിൽ വലിയ അമ്പലങ്ങളിലൊന്നും ഇങ്ങനെ പോവത്തില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ ആരും അങ്ങനെ പോയിട്ടില്ല. എന്നാ അവര് പ്രാർത്ഥിക്കും, അവരെന്തെങ്കിലും വഴിപാടൊക്കെ നേർന്ന് അങ്ങനെയുള്ളൊരിത്. ഒത്തിരി വലിയ ഭക്തിയായിട്ട് ഇങ്ങനെ ജീവിക്കുന്നവര് അല്ലായിരുന്നു. എങ്കിലും അവര് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രം ജപിക്കാനോ ഒക്കെ പോകുന്ന അങ്ങനെയുള്ള ഒരു സമയത്ത് മാത്രമേ അമ്പലങ്ങളിലൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നുള്ളൂ. എന്നാൽ എന്റെ മാതാവ് ആ സമയത്ത് ഭജനോത്സവം മാസികയൊക്കെ വായിക്കുമായിരുന്നു.
അങ്ങനെ വചനോത്സവം പോട്ടയിൽ നിന്ന് കിട്ടിയ ആ വചനോത്സവം വായിച്ച് എന്റെ മാതാവ് മാതാവ് അത് വീട്ടിൽ കൊണ്ടുവരുമ്പോ അരികളിൽ നിന്ന് മേടിച്ച് കൊണ്ടുവരുമ്പോ അത് ഞങ്ങളും വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ചു. പിന്നെ അമ്മച്ചിക്ക് അങ്ങനെ ഓപ്പറേഷൻ നടത്തിയപ്പോ ആരുമില്ല, ഒന്നൊരു ബന്ധമുള്ള സമയം. എന്റെ ആങ്ങളെയാണ് ചെറുത്, എന്റെ ചേച്ചി ഞാനും ഏറ്റവും ചെറുത്. അപ്പൊ അമ്മച്ചിയുടെ അടുത്ത് അമ്മച്ചിയുടെ പ്രായമായിട്ടുള്ള ഒരു അമ്മ മാത്രമേ ഉള്ളൂ. അന്ന് വീട്ടിൽ നിന്ന് പോകുവാനോ അല്ലെങ്കിൽ അമ്മച്ചി ഇങ്ങനെ ഇന്ന് ആശുപത്രി കിടക്കണോണ്ടോ ഒന്ന് പോയി അന്വേഷിക്കാനോ ആരുമില്ല. അമ്മച്ചിയുടെ ആങ്ങളമാർക്കൊന്നും അതിനുള്ള ഒരു സ്നേഹമോ അങ്ങനെയുള്ള ഒരു കരുതലോ ഒന്നുമില്ലാത്ത ഒരു കുടുംബമായിരുന്നു. അങ്ങനെ അമ്മച്ചിയുടെ അമ്മ മാത്രം അവിടെ നിന്നപ്പോ എന്റെ ആങ്ങള ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ആലുവ വരെ നടന്ന് അന്ന് ഓപ്പറേഷന് പോകുവാൻ ഇടയായി തീർന്നു. പിന്നീട് അമ്മച്ചി എന്നോട് ഇപ്രകാരം ഞങ്ങളോട് പറയാനിടയായത്, അമ്മച്ചിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയപ്പോൾ അമ്മച്ചിക്ക് ഇഞ്ചക്ഷൻ എടുത്തു, മരവിപ്പിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോ അമ്മച്ചിക്ക് മരവിക്കാതെ അവരിങ്ങനെ വയറ്റത്തിങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നതും അതുപോലെ കത്തിയെടുത്ത് ആ വയറിന്റെ അവിടെ ഭാഗം കണ്ടിക്കുന്നതൊക്കെ അമ്മച്ചിക്ക് അറിയാം. അമ്മച്ചി ഒരിക്കലും മയങ്ങിയിട്ടില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ലാസ്റ്റ് ആ മുഴയുള്ള ഭാഗത്ത് അവരിങ്ങനെ എന്തോ കുത്തിയെടുക്കുന്നതായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഒരു വേദന അമ്മച്ചി വന്നപ്പോ എന്റെ യേശുവേ എന്ന് പറഞ്ഞു ഒന്ന് അമ്മച്ചി കരഞ്ഞു. പിന്നീട് അമ്മച്ചിക്ക് ബോധം നഷ്ടപ്പെട്ടു. പിന്നീട് അമ്മച്ചിക്ക് ബോധം വന്നത് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് റൂമിലേക്ക് മാറ്റിയപ്പോഴാണ് പിന്നീട് അമ്മച്ചിക്ക് ഓർമ്മ വന്നതെന്നാണ് അമ്മച്ചി പറയുന്നത്. ആ സമയത്ത് ഞാൻ വിചാരിക്കുന്നത് അന്ന് എന്റെ മാതാവിനെ രക്ഷിച്ചത് എന്റെ കർത്താവാണ്. കാരണം അത്രയും വലിയൊരു ഓപ്പറേഷൻ ആയിരുന്നു. ഞാൻ വിചാരിക്കുന്നത് എന്റെ മാതാവ് ആ സമയത്ത് ഞങ്ങൾക്ക് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് ഒരു അനാഥത്വത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. മാതാവ് ഉണ്ടായിട്ട് തന്നെ പലപ്പോഴും അനാഥത്വത്തിന്റെ അനുഭവങ്ങളുടെ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു. ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത ചില അവസ്ഥകള് ആ സമയങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുനാളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് കടന്നു വന്നു. പിന്നീട് എന്റെ മാതാവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നപ്പോ ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളാ. അപ്പൊ ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് കഴിക്കാൻ ഒരു ആഹാരമില്ല, ധരിപ്പാൻ ഒരു വസ്ത്രമില്ല, തല തേക്കാൻ എണ്ണയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് എന്റെ മാതാവ് ഞങ്ങളിൽ കാണുന്നത്. പിന്നീട് അമ്മച്ചി ഒരാഴ്ച മാത്രം 3 മാസം റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ അമ്മച്ചി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ മാതാവ് വീണ്ടും പണിക്ക് പോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പണിക്ക് പോയി മാതാവ് വൈകുന്നേരം കൊണ്ടുവരും. ഞങ്ങൾക്ക് ആ സമയത്തൊന്നും ഞങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ പട്ടിണിയാ. പിന്നീട് ഞങ്ങൾക്ക് മാതാവ് പണി കഴിഞ്ഞ് വന്നാൽ കിട്ടുന്ന പൈസ കൊണ്ട് ഞങ്ങൾ അരി മേടിച്ച് ഞങ്ങള് അങ്ങനെ ഭക്ഷണം കഴിച്ച ഒരു അവസ്ഥയായിരുന്നു സമയത്തെല്ലാം. എന്നാല് ഇടയ്ക്ക് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ എനിക്കൊക്കെ ഓർമ്മ വയ്ക്കുമ്പോ തന്നെ ഞങ്ങൾ അടുത്തുള്ള ഭവനങ്ങൾ ഇഞ്ചി നടാനും അങ്ങനെയുള്ള ഞങ്ങൾക്ക് അവധിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പോയി. അങ്ങനെ ഒത്തിരി കഷ്ടതയിലൂടെയാണ് എൻ്റെ കുഞ്ഞുനാള് ബാല്യകാലം ജീവിച്ച് പോകുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള ചില പ്രതിസന്ധികൾ പിന്നെയും കുടുംബത്തിലൊക്കെ കടന്നു വന്നപ്പോൾ പിന്നെ എനിക്ക് ആ സമയത്ത് ഞാൻ 9ാം ക്ലാസ്സിൽ എത്തുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എനിക്ക് തോന്നി, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, ആർക്കും വേണ്ട, എല്ലായിടത്തും നിന്നാണെങ്കിലും എവിടെ ചെന്നാലും ഈ ഭവനത്തിലും എല്ലാ ആളുകൾ ഞങ്ങളെ കളിയാക്കുന്ന ഒരു അവസ്ഥയായി. ഇനി ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാ എന്നുള്ള ഒരു ചോദ്യം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ദൈവത്തിന്റെ വചനം കേൾക്കാൻ, അതുപോലെ തന്നെ ഈ വചനോത്സവം മാസിക വായിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്തുള്ള ഈ പെന്തക്കോസ് പാസ്റ്റർമാരവിടെ പ്രവർത്തിക്കാൻ, ബൈബിൾ കോളേജ് കഴിഞ്ഞ് അവര് പ്രവർത്തിക്കാനൊക്കെ വരുമ്പോ അവര് ഗോസ്പൽ പാക്കറ്റും അതൊക്കെ കൊണ്ടുതരും. അപ്പൊ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് യേശുവിന്റെ പുസ്തകം വായിക്കാനും യേശു ചെയ്ത അത്ഭുതങ്ങളെ അത് വായിക്കുവാനും, അപ്പൊ അതൊരു കഥയായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഞാൻ അത് ഉൾക്കൊണ്ടിരുന്നത്. കാരണം എന്നാ പറയുന്നേ, എല്ലാ ദൈവമാരിലും ഒരു ആളാണ് യേശു എന്നാണ് എന്റെ ചിന്ത വന്നത്. യേശുവിനെ എന്റെ കർത്താവായിട്ടും അല്ലെങ്കിൽ യേശു മാത്രമാണ് ദൈവമെന്നൊന്നും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. മറ്റുള്ള ദൈവമാരിലും ഹിന്ദുക്കളായാലും മുസ്ലിം ആയാലും അവർ ആരാധിക്കുന്ന ദൈവങ്ങളിൽ ഒരു ആളെ പോലെ തന്നെയാണ് ഈ ക്രിസ്തു എന്നാണ് എന്റെ ജീവിതത്തിൽ ഞാനും ധരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അപ്പൊ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു യാക്കോബ പള്ളിയുണ്ട്. അപ്പൊ കുഞ്ഞുനാളിലായിരിക്കുമ്പോ മുതൽ ഞങ്ങൾ അതിൽ പോകുമ്പോ ആ പള്ളിയിൽ നടക്കുന്ന പാട്ടും അവര്
പഠിപ്പിക്കുന്ന സൺഡേ സ്കൂളിലെ പാട്ടും വചനങ്ങളും ഒക്കെ എന്റെ കാതുകളിൽ ഞങ്ങൾ കേൾക്കുമായിരുന്നു. അപ്പൊ അത് ഞങ്ങള് വീട്ടിൽ വന്ന് അത് പാടും. അങ്ങനെ ക്രിസ്തീയ പാട്ടുകള് എനിക്ക് കാണാപ്പാഠമായിരുന്നു, ക്രിസ്തീയ മിക്ക പാട്ടുകളും. പിന്നെ അവരുടെ ഈ ക്രിസ്മസിന് പ്രോഗ്രാമിനൊക്കെ ഞങ്ങള് പോകും. അങ്ങനെ അവര് പാടുന്ന ആ പാട്ടും ഒക്കെ പഠിച്ച് അങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഈ ഗോസ്പൽ പാക്കറ്റ് വായിക്കുന്നത് കൊണ്ട് യേശുവിന്റെ ആ യേശു ചെയ്ത 5000 പേർക്ക് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതും മരിച്ചവർ ഉയർത്തെഴുന്നേൽപ്പിച്ചതും അതുപോലെ തന്നെ അങ്ങനെയുള്ള യേശു ചെയ്ത അത്ഭുതങ്ങള് അത് വായിക്കുമ്പോൾ മനസ്സിന് എന്തോ ഒരു ഉന്മേഷം, മനസ്സിനൊരു സന്തോഷമായിരുന്നു. പക്ഷെ എന്താണെന്നൊന്നും അന്നൊന്നും ഞങ്ങളുടെ ജീവിതത്തില് അത് അറിയില്ലായിരുന്നു. കാരണം യേശു ഒരു സ്റ്റോറി ആയിട്ടാണ് അതൊക്കെ വായിച്ചു പോയിരുന്നതെങ്കിലും എന്തോ ഒരു അറ്റാച്ച്മെന്റ് എന്റെ ജീവിതത്തിൽ അത് അന്നുണ്ടായിരുന്നു. അപ്പൊ ഞാന് ഈ സുവിശേഷം കേൾക്കുവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എങ്ങനെ ചിന്തിച്ചു, കർത്താവേ ഇനി ആ സമയത്ത് യേശുവിനെ വിളിക്കും എങ്കിൽ തന്നെ ഈ സ്വന്തം രക്ഷിതാവായിട്ട് യേശുവും മറ്റുള്ള ദൈവത്തെ പോലെ ഒരാളാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചത്. പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ യേശുവിനെ വിളിക്കും മറ്റുള്ള ദൈവന്മാരെയും ഒക്കെ വിളിച്ചുകൊണ്ടാണ് നടന്നിരുന്നത്. അന്ന് ആ സമയത്ത് ഈ ദൈവവചനം കേൾക്കുന്ന സമയത്ത് അതിന്റെ തലേ ദിവസം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇനിയിങ്ങനെ ജീവിക്കണ്ട, എങ്ങനെയും മരിച്ചാ മതി, എന്തിനാ ഇങ്ങനെ ജീവിക്കണം, എല്ലാവരുടെ മുന്നിൽ ഞങ്ങൾ നിന്ദിക്കപ്പെട്ടതാ, ഇനി ഞങ്ങൾ വളർന്നു വന്നാലും ഞങ്ങളുടെ ജീവിതത്തിൽ അവസ്ഥ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ചിന്ത എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. കടന്നു വന്ന് പിറ്റേ ദിവസം ഞങ്ങളുടെ വീട്ടില് റേഡിയോ ടിവിയോ ഒന്നുമില്ല. കാരണം അത് അടുത്തുള്ള ഒരു വീട്ടില് അവര് റേഡിയോ വലിയ ശബ്ദത്തിൽ വെക്കുമ്പോൾ ആ ശബ്ദത്തെ ഞാൻ മുറ്റത്തിരുന്ന് കേൾക്കും. അപ്പൊ ഞാൻ ചിന്തിച്ച് അന്ന് ഞാനത് ആ വചനം കേൾക്കുവാനായിട്ട് ഞാൻ ആ മുറ്റത്ത് ഇങ്ങനെ നിന്നപ്പോൾ അതിലൂടെ KP യോഹന്നാൻ സാറ് ഇപ്രകാരം ഒരു വചനം പറഞ്ഞു. യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് പറഞ്ഞത്, മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല, ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചു കൊള്ളുവിൻ എന്നുള്ളൊരു ശബ്ദം, ഒരു വചനം ദേവദാസൻ ഇപ്രകാരം പറയുവാനിടയായിത്തീർന്നു. അത് പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ അത് ടച്ച് ചെയ്യുവാനിടയായിത്തീർന്നു. കർത്താവ്, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ ഞാൻ ചിന്തിച്ചതുപോലെയാണല്ലോ ഈ ദൈവത്തിന്റെ ദാസൻ പറയുന്നത് എന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു. എന്നാൽ അതൊന്നും എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാൽ ആ ചിന്ത എന്റെ ഉള്ളിൽ നിന്ന് മാറിപ്പോകുവാനിടയായിത്തീർന്നു. അങ്ങനെ മാറിപ്പോയി. പിന്നീട് എന്റെ അമ്മച്ചിയുടെ ഇളയ ആങ്ങളയുടെ വൈഫ് ഒരു ദിവസം ഈ ചർച്ചില് പോകുവാനും, ഒരു പെന്തക്കോസ്റ്റ് ചർച്ച് ഇങ്ങനെ പോയി, പുള്ളിക്കാരി എല്ലാ സൺഡേയിൽ ആരാധനയ്ക്ക് പോകുവാനിടയായിത്തീർന്നു. അപ്പോഴൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എന്താ ബന്ധക്കോസുകാരെന്താണോ, ബന്ധക്കോസുകാരുടെ പ്രാർത്ഥന എന്താണോ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇങ്ങനെ കൈയടിച്ച് ഇങ്ങനെ തുള്ളി അവരിങ്ങനെ ആരാധിക്കുന്നു, അങ്ങനെയുള്ളൊരു കേട്ടറിവ് മാത്രമേ എന്റെ ജീവിതത്തിലുള്ളൂ. എന്നാൽ ഞാൻ പറയട്ടെ, ഈ അമ്മായി എന്നെ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോയപ്പോൾ ഈ 93 ആണ്ടവസാന യോഗത്തിൽ അമ്മായി എന്നോട് പറഞ്ഞു, ഷീന നീ വരുന്നുണ്ടോ, ഞങ്ങൾ ഇന്ന് ചർച്ചിൽ പോകുക, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു രാത്രിയല്ലേ, ഞാനും കൂടി വരാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ചർച്ചിൽ പോയി. ആദ്യമായിട്ടാണ് ഒരു പെന്തക്കോസ് ചർച്ചില് ഞങ്ങള് കാല് കുത്തുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള പള്ളികളിലൊക്കെ ഇങ്ങനെ മുറ്റത്തൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്, അവരുടെ പ്രാർത്ഥനയൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ പോയി മുട്ടുകുത്തുവാനോ അല്ലെങ്കിൽ അങ്ങനെ പോയി പ്രാർത്ഥിക്കാനോ ഒന്നും ഇടയായിട്ടില്ല. നമ്മൾ ഇറങ്ങി പോകുമ്പോ ആ പള്ളിയുടെ അവിടെ നിന്നുകൊണ്ട് എന്റെ യേശുവേ അല്ലെങ്കിൽ എന്റെ കന്യാമറിയാമ്മേ എന്നെ ഒന്ന് കാത്തുകൊള്ളണേന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന അന്നൊക്കെ അറിഞ്ഞിട്ടുള്ളൂ. അത് എത്രത്തോളം യേശുവിനോട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊന്നും അന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഈ പെന്തക്കോസ് ചർച്ചിലേക്ക് കടന്നുപോയപ്പോൾ ഇപ്പൊ ഞങ്ങളുടെ അടുത്തുള്ളവരൊക്കെ വീട്ടിൽ വന്ന്, പെന്തക്കോസ്തുകാർ വന്ന് വീട്ടിൽ വന്ന് ഇങ്ങനെ യേശുവിനെ കുറിച്ചൊക്കെ പറയെങ്കിൽ എന്താ പറയുക, അത്രയൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു പ്രായം അല്ലെങ്കിൽ ഒരു മനസ്സ് അന്ന് എനിക്കുണ്ടായിരുന്നു ില്ല. പക്ഷെ എന്നാൽ യേശുവിന്റെ കഥകളും യേശു ചെയ്ത ആ അത്ഭുതങ്ങളും വായിക്കുമ്പോൾ മനസ്സങ്ങ് നിറഞ്ഞ് മനസ്സങ്ങ് ആഹ്ലാദിക്കുന്ന ഒരു
അനുഭവമായിരുന്നു അന്നൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഏത് വിഷയം വന്നാലും ആ സമയത്ത് യേശുവിന്റെ പുസ്തകം എടുത്ത് വായിക്കാനൊക്കെ ഭയങ്കര ത്രില്ലായിരുന്നു ആ സമയത്തൊക്കെ. അന്ന് ഞാൻ വിചാരിക്കുന്നത് ദൈവം എന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം ദൈവം എന്റെ ജീവിതത്തിൽ എത്രത്തോളം വലിയൊരു അവസ്ഥ എന്റെ ജീവിതത്തിൽ നൽകിയെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. ആ സമയത്ത് ഞാന് ഇങ്ങനെ പെന്തക്കോസ്ത് ചർച്ചിൽ ഇങ്ങനെ പോയി. അപ്പൊ എന്റെ പ്രായമുള്ള അനേക സഹോദരിമാരിങ്ങനെ ഇരിക്കുക. എനിക്ക് അത് കണ്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നി. കാരണം എന്റെ കൂടെയുള്ള എന്നെ പോലെ പ്രായമുള്ള എന്റെ കൂട്ടുകാരികളെ പോലെ ഉള്ളവരുണ്ട്. അപ്പൊ അവരോടൊപ്പം എങ്ങനെയെങ്കിലും ആരാധിക്കണം. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, എല്ലാവരും അന്നേരം സാക്ഷ്യം പറയുന്ന ഒരു സമയം പാസ്റ്റർ പറഞ്ഞു സാക്ഷ്യം പറയാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടായി പോയതുകൊണ്ട് എനിക്ക് മടിയാ, ഞാൻ എന്ത് പറയണം, എനിക്കറിയില്ല, എനിക്കും പറയണോ എന്നുള്ള ഒരു ചിന്ത എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വന്നു. പെട്ടെന്ന് എന്റെ പുറകെ ഒരു മാതാവ് ഇരുന്നു. ആ മാതാവ് ഇന്ന് ഈ ലോകത്തില്ല. പക്ഷെ ആ മാതാവിന് എന്തോ ദൈവാത്മാവിന്റെ ഒരു പ്രേരണ കിട്ടിയതുകൊണ്ട് ആ മാതാവ് എന്നെ തോണ്ടിയിട്ട് പറഞ്ഞു, മോളെ നീ ഇന്ന് രാത്രികാലം നിന്റെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണമെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ആ മാതാവ് എന്നോട് പറയുക, ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്. എന്തോ ഒരു ശക്തി എന്നിൽ വന്ന് ഞാനത് അങ്ങ് ചാടി എഴുന്നേറ്റിട്ട് ഞാൻ പറഞ്ഞു, ഈ 94 ഞാൻ എന്റെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു, എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരിക്കാനിടയായി തീർന്നു. എന്നാല് എന്റെ മനസ്സിൽ വേറെ ഒരു ചിന്തയും പോയില്ല. ഞാൻ ചിന്തിച്ചത് ഇത്രത്തോളം മതി, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഇനി പിന്നെ സ്റ്റോപ്പ് ചെയ്യാം, പിന്നെ ഇനി ആരാധനയ്ക്കൊന്നും വരണ്ട എന്നുള്ളൊരു ചിന്തയായിരുന്നു എന്റെ ജീവിതത്തിൽ. എന്നാൽ പിന്നത്തെ ഞായറാഴ്ച ആയപ്പോൾ എന്റെ മനസ്സിൽ പറയുക, നീ രക്ഷിതാവായിട്ട് സ്വീകരിച്ചതല്ലേ, നീ എന്തുകൊണ്ട് ആരാധനയ്ക്ക് പോകുന്നില്ല, നീ പോണം. അങ്ങനെ ഞാന് എല്ലാ സൺഡേയിലും പിന്നീട് ആരാധനയ്ക്ക് കടന്നു പോകാനിടയായി തീർന്നു. അങ്ങനെ എനിക്ക് അവിടെ ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സൺഡേ സ്കൂൾ പഠിക്കാൻ, പാട്ട് പഠിക്കാൻ, അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനം പഠിക്കാൻ, അങ്ങനെ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. ആ സമയത്തൊന്നും ഞങ്ങളുടെ ഭവനത്തില് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനോ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ യാതൊരു തരത്തിലും ഒരു മുന്നേറ്റം ഇല്ലാത്തൊരവസ്ഥ, ഒരു നല്ലൊരു ഭവനം പോലുമില്ല. ഓല വെച്ച് മേഞ്ഞ ഒരു വീട്, അതും 4 ചുവരുകൾ. കാരണം ഈ അമ്മാവന്മാര് വരുമ്പോ ഇവര് വഴക്കുണ്ടാക്കുമ്പോ ഭിത്തിയിലൊക്കെ ഇടിച്ച് പൊട്ടിച്ച് അങ്ങനെ ഭിത്തിയൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലായി. പിന്നെ അവസാനം ജീവിതം അങ്ങനെ ഒരു കഷ്ടതയുടെ നടുവിലൂടെ പോയപ്പോൾ ഞാന് ദൈവത്തിന്റെ സന്നിധിയില് ഇങ്ങനെ ഞാൻ അന്ന് പറയേ. പിന്നെ എല്ലാ സൺഡേയിലും ഞാൻ ആരാധനയ്ക്ക് പോകും. ആരാധനയ്ക്ക് പോകുമ്പോ എന്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടാവില്ല. കാരണം വണ്ടിക്ക് പോകണം. ഞങ്ങൾക്ക് 2-4 കിലോമീറ്റർ അപ്പുറം കുറുപ്പമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ ചർച്ച്. ഒരു ഷാരോൺ ചർച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് അവിടെ ആരാധനയ്ക്ക് പോയത്. കുറുപ്പമ്പടി ഷാരോൺ ചർച്ചിന്റെ മെമ്പറാണ് ഞാന്. അപ്പൊ അവിടെ കടന്നുപോയി. അപ്പൊ ഞാൻ മിക്കപ്പോഴും ഞാൻ ഷോർട്ട് കട്ട് കൂടി ചിലപ്പോഴൊക്കെ വഴിക്കൂടെ നടന്നു പോയി. പിന്നെ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു വിശ്വാസി, ഒരു ആന്റി ഉണ്ട്, ആ ആന്റി അല്ലെങ്കിൽ ആ അച്ചായന് അവരെന്തെങ്കിലും പൈസ തന്ന് അവരുടെ ഒപ്പം വണ്ടിക്ക് കയറി പോയി അവരങ്ങനെ ചർച്ചിൽ കൊണ്ടുപോകാറുണ്ട്. പക്ഷെ എന്നും നമുക്ക് ഒരാളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ ഒരു മടിയായിരുന്നു ആ സമയത്തും. അതുകൊണ്ട് ഞാൻ 9 മണിക്ക്, ഞങ്ങൾക്ക് 9 മണിയാകുമ്പോൾ സൺഡേ സ്കൂൾ തുടങ്ങും. അപ്പൊ 8:30 ആകുമ്പോൾ ഞങ്ങള് ഒരു 8 മണിയാകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്ന് ഷോർട്ട് കട്ട് കൂടി ചർച്ചിലൊക്കെ പോകുന്ന ഒരു എന്നാ പറഞ്ഞ ഒരു അവസ്ഥ എന്റെ ജീവിതത്തില് ദൈവം ആ സമയത്തൊക്കെ ദൈവവചനം പഠിക്കണം, ദൈവത്തോട് ദൈവത്തിന്റെ വേല ചെയ്യണം, ദൈവത്തെ സ്നേഹിക്കണം, അങ്ങനെയുള്ള ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. പിന്നീട് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ചർച്ചിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പൊ വീട്ടുകാർക്കായാലും ചർച്ചിൽ പോണതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞായറാഴ്ച ആരാധനയല്ലേ, അവര് പൊക്കോട്ടെ. എന്നാൽ ഇടയ്ക്കൊക്കെ ഒരു ദേഷ്യമൊക്കെ വരുമ്പോ എന്റെ ചേച്ചി എന്തെങ്കിലും പറയുമ്പോ എന്റെ മാതാവ് എന്നോട് വഴക്കൊക്കെ കൂടാറുണ്ട്. എങ്കിലും അതൊന്നും ഞാൻ കാര്യമാക്കാതെ ചർച്ചിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആ സമയത്ത് 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ ഞങ്ങക്ക് എന്നാ പറയണ ഒരു നല്ലൊരു ഡ്രസ്സോ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത്. അപ്പൊ എങ്ങനെയെങ്കിലും വിശപ്പ് അടങ്ങണം. അപ്പൊ അമ്മച്ചി മാത്രം കൊണ്ടുവന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് ജീവിച്ചു പോകാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ എന്റെ കുഞ്ഞുമ്മയുടെ, എന്റെ അമ്മച്ചിയുടെ അനീത്തി ഉണ്ട്, പിന്നെ അവരുടെ
അവരുടെ ഒരു മോനുണ്ട്. അപ്പൊ അവര് പാറമടയില് ഇങ്ങനെ പണിക്ക് പോകും. അപ്പൊ എന്നോട് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ ഷീന നീ വാ നമുക്ക് ചുമ്മാ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു ആദ്യമായിട്ട് ഇവരുടെ ഒപ്പം പാറമടയിൽ ഇങ്ങനെ പണിക്കായിട്ട് ഇങ്ങനെ പോയി. അന്നേരം എന്റെ മുട്ടിന് ഇറക്കമുള്ള ഒരു പാവാടി ഒരു ചെറിയൊരു ടോപ്പുമാണ്. ഞാൻ കുഞ്ഞ് 10ാം ക്ലാസ് പഠിക്കണമെങ്കിലും വലിയ ഇതൊന്നും ഇല്ല, എനിക്ക് ബുദ്ധിയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ല. 10ാം ക്ലാസ് പരീക്ഷ എഴുതിയതിനു ശേഷമാണ് ഞാനിങ്ങനെ പോയത്. അപ്പൊ അങ്ങനെ പോയി ആദ്യമായിട്ട് ഇങ്ങനെ പാറമടയിൽ ഇങ്ങനെ പോയി ഇപ്പൊ എന്തോ ഒരു പേന പോലെ ഒരു സാധനം ആ പാറകളുടെ ഇടയ്ക്ക് ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ ആ സാധനം ഞാൻ വിചാരിച്ചു പേനയുടെ ക്യാപ്പാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിങ്ങനെ ചുമ്മാ എടുത്തു. അപ്പൊ അവര് ഈ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അതിങ്ങനെ എടുത്ത് കടിച്ച്. എനിക്കാണെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നോക്കാൻ ചമ്മലും ഉണ്ട്, കാരണം ഒരു ചെറിയൊരു കൊച്ചായിട്ട് വന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാനിങ്ങനെ കടിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഒരു ചേട്ടനെ ഇത് കണ്ടിട്ട് പറഞ്ഞു, മോളെ അതിങ്ങ് തന്നാൻ പറഞ്ഞു. ഞാനത് കൊടുത്തു. എന്റെ പൊന്നു മോളെ നീ ഇപ്പൊ പണി ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. അപ്പൊ ഇപ്പൊ മോളുടെ തല പൊട്ടി തെറിച്ചു പോയേനെ, ഇതിന്റെ ഈ അറ്റം കടിച്ചിരുന്നെങ്കിൽ അത് ഈ പാറ പൊട്ടിക്കുന്ന ഒരു കേപ്പായിരുന്നു. ഈ പാറകളുടെ ഇടയ്ക്ക് വെച്ചിട്ട് അത് വെച്ചാണ് ഈ പാറ എത്രയും വലിയ പാറ പൊട്ടിക്കുന്നത്. അതിന്റെ ആ സൈഡ് ഞാൻ ആ പൊട്ടുന്ന സൈഡ് ഞാൻ കടിച്ചിരുന്നുവെങ്കിൽ അന്ന് എന്റെ ഈ കഴുത്തിന്റെ ഇവിടുന്ന് പൊട്ടിത്തെറിച്ച് പോകുന്ന ഒരു അനുഭവമായിരുന്നു എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ഞാൻ കുഞ്ഞുനാളിലെ നഷ്ടപ്പെട്ട് പോകേണ്ടതായിരുന്നു. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു എന്റെ കർത്താവിനെ അറിഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഹല്ലേലൂയ ഈ ലൈവ് ടിവിയിൽ കടന്നു വരുവാനും, ഈ ജോയ്സ് ലൈവ് ടിവിയിൽ കടന്നു വരുവാനും എന്റെ സാക്ഷ്യം പറയുവാനും എന്റെ ദൈവം എന്നെ ഒരുക്കിയതെന്ന് ഞാൻ ഹല്ലേലൂയ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഹല്ലേലൂയ ആ സമയത്ത് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, ആ സമയത്ത് ഞാൻ അത് തിരിച്ച് ആ കേപ്പിന്റെ ആ ഭാഗം തിരിച്ചു കടിച്ചിരുന്നെങ്കിൽ ഒറ്റ കടി ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ അത് തലയൊക്കെ പൊട്ടിത്തെറിച്ച് പോകുന്ന ഒരു അനുഭവമായിരുന്നു എന്റെ ജീവിതത്തിൽ വന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ കർത്താവെന്നെ എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കുന്നതിന് മുമ്പേ, എന്റെ അമ്മ എന്നെ കാണുന്നതിന് മുമ്പേ ലോകം എന്നെ കാണുന്നതിന് മുമ്പേ എന്റെ കർത്താവ് എന്നെ ഹല്ലേലൂയ കണ്ടിട്ടുള്ളതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അന്ന് ഹല്ലേലൂയ അന്ന് ആ 3 ദിവസം ഞാൻ പോയി. പിന്നീട് ഞാൻ ആ പാറമടയിലേക്ക് പോയിട്ടില്ല, കാരണം അതേപോലുള്ളൊരു അനുഭവം എന്റെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ട് പിന്നെ പോകുവാൻ ഇടയായി തീർന്നില്ല. എന്നാല് പിന്നീട് ഞാൻ ദൈവത്തിന്റെ സന്നിധിയില് ഞാൻ പ്രാർത്ഥിച്ച് പിന്നീട് 90 എല്ലാ ദിവസവും ആരാധനയ്ക്കൊക്കെ പോകും. അതുപോലെ തന്നെ ആരാധനയിലെ ചർച്ചയിലുള്ള വിശ്വാസികളുടെ ഒപ്പം ദൈവത്തിന്റെ വേല ചെയ്യുവാനായിട്ട് അവിടെയുള്ള സഹോദരിമാരൊക്കെ പോകുമ്പോ അവരോടൊപ്പം പോയി ദൈവത്തിന്റെ വേലയുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കാനും അന്നും ഭവനങ്ങൾ സന്ദർശിക്കാനും ഒക്കെ പോകും. എല്ലാ ആഴ്ചയിലും ഞാൻ ആരാധനയ്ക്ക് പോകും. അപ്പൊ ഞാൻ ആരാധനയ്ക്ക് പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ മുതല് ഞങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ ഭയങ്കര ഒരു അലർജിയാ. കാരണം എന്ന് അവരുടെ വീട്ടിൽ ഞാൻ കാലുകുത്തിയാലും അവരെന്നെ കളിയാക്കും. അവരെന്നെ എവിടെ വെച്ച് കണ്ടാലും അവര് കൈയടിച്ച് പാടുന്നു, നീ മാർഗവാസിയായില്ലേ എന്നുള്ള ആ പറയിച്ചിൽ അവരുടെ മുന്നിൽ, ആരുടെ മുന്നിലായാലും അങ്ങനെ ഒത്തിരി അപമാനിക്കപ്പെട്ടു, ഒത്തിരി നിന്ദിക്കപ്പെട്ടുള്ള ഒരു അനുഭവമായിരുന്നു. എന്നാൽ അതൊന്നും ഞാൻ വകവെച്ചില്ല. എന്റെ കർത്താവിനെ എങ്ങനെയെങ്കിലും എനിക്ക് ഉയർത്തണം, എന്റെ കർത്താവിന്റെ ഒരു മകളായിട്ട് എനിക്ക് ജീവിക്കണം എന്നുള്ള ഒരു തോന്നൽ എന്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ ഞാൻ 95 ആയപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചർച്ചിലുകളിൽ ഇങ്ങനെ സ്നാനമൊക്കെ നടക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പൊ സ്നാനം ഇങ്ങനെ നടക്കുമ്പോൾ എന്റെ മനസ്സിൽ എങ്ങനെ സ്നാനപ്പെടണോ, എന്തിനു സ്നാനപ്പെടണേ അങ്ങനെയുള്ളൊരു ചിന്ത വന്നു. പിന്നീട് ഞാനിങ്ങനെ ചിന്തിച്ചില്ല, ഇത് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ദൈവം എന്നോട് പറയണ സ്നാനപ്പെടാൻ, എങ്കിലും ഞാൻ സ്നാനപ്പെടുള്ളൂ എന്ന് ഞാനൊരു തീരുമാനം എടുത്തു. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പെട്ടെന്ന് ഒരു ശബ്ദം ഞാൻ കേൾപ്പാൻ ഇടയായി തീർന്നു. നീ സ്നാനപ്പെടണു എന്ന് എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. സ്നാനപ്പെടണു എന്ന് എന്നോട് ദൈവം പറയുവാൻ ഇടയായി തീർന്നപ്പോൾ ഞാൻ എന്റെ പാസ്റ്ററോട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം. അപ്പൊ ഞാൻ അതിക്ക് മുന്നേ ഞാൻ തീരുമാനിച്ചു, പാസ്റ്റർ പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു വിശ്വാസി പറഞ്ഞാലോ ഞാൻ സ്നാനം പെടുകയില്ല എന്നുള്ളൊരു തീരുമാനമായിരുന്നു. എന്നാൽ പിന്നീട് എന്നോട് ദൈവം സംസാരിച്ചപ്പോൾ ഞാൻ ദൈവത്തിന്റെ ദാസന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സ്നാനപ്പെടാനുള്ള ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഒരുക്കി. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് എന്റെ അമ്മയോടൊക്കെ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ പോകുവാന്ന് പറഞ്ഞു. അപ്പൊ അതുവരെയും എന്റെ വീട്ടിൽ യാതൊരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല, പ്രാർത്ഥനയ്ക്ക് പോണേലോ ഒന്നും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. സ്നാനപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ എന്റെ ആങ്ങളെ എന്റെ അമ്മ എന്നെ ഒത്തിരി വഴക്കുകൂടി എന്നെ തല്ലുവാൻ
വളരുവാനൊക്കെ ഇടയായി തീർന്നു. എന്നെ വിടാതെ എന്റെ ആങ്ങളെ ഇന്നും രാവിലെ എഴുന്നേറ്റ് കടയിൽ പോണേ. അപ്പൊ സ്നാനപ്പെടാൻ പോകുന്ന അന്ന് പുള്ളി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല, കാരണം ഞാൻ പോകുന്നുള്ള ഒരു ഇത് വെച്ചിട്ട്. എന്നാൽ എന്റെ ഞാൻ പറയട്ടെ, ദൈവമായ കർത്താവ് എനിക്കൊരു വഴി ഒരുക്കി. ഞാൻ എന്റെ അയൽവക്കത്തുള്ള വീട്ടിൽ കൊണ്ട് എന്റെ ഡ്രസ്സ് വെച്ച് പിന്നീട് ഞാൻ ചുമ്മാ വേറെ എവിടെയോ പോവാന്നുള്ള രീതിയിൽ പോയിട്ട് ഞാൻ സ്നാനപ്പെട്ട് കടന്നു വരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അന്ന് ഞാൻ എന്റെ ദൈവം, ഹല്ലേലൂയ, മറ്റുള്ള ആരെന്നെ എതിർത്താലും എന്റെ കർത്താവിന് വേണ്ടി നിൽക്കണം എന്നുള്ള ഒരു വാശി അല്ലെങ്കിൽ ഒരു താല്പര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അന്ന്, ഹല്ലേലൂയ, ആരൊക്കെ എതിർത്തിട്ടും ആ എതിർപ്പിനെ വക വെച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്താവിന് വേണ്ടി അന്ന് ജീവിപ്പാനിടയായി തീർന്നു. പിന്നീട് ആരാധനയ്ക്ക് പോകും, സ്നാനപ്പെട്ടു. ആ സമയത്ത് പിന്നീട് എന്നോട് ദൈവത്തിന്റെ വചനം പഠിക്കണമെന്നും അല്ലെങ്കിൽ ദൈവ വേല ചെയ്യണമെന്നും ഒക്കെ ഉള്ളൊരു ആഗ്രഹം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും എന്നോട് ഒരു വിരോധമായി. അപ്പൊ എപ്പോഴും ഞാൻ എന്റെ വീട്ടിൽ നിന്ന് എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റൂല. ആ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തു. എന്തെന്ന് വെച്ചാൽ എന്റെ ചർച്ചിലുള്ള ഒരു ഭവനത്തെ, ഒരു പ്രിയപ്പെട്ട ഒരു മാതാവിനെ, ഒരു സഹോദരിയെ, പുള്ളിക്കാരിയുടെ വീട്ടിൽ എന്നെ കൈക്കൊണ്ടു. ഒരു മകളായിട്ട് തന്നെ അവര് കൈക്കൊള്ളുവാനിടയായി തീർന്നു. അപ്പൊ എന്നോട് അവര് പറയും, നിനക്ക് എന്ത് പ്രോബ്ലം ഉണ്ടോ, പ്രോബ്ലം ഉണ്ടെങ്കിൽ നീ വീട്ടിലേക്ക് പോണ്ട, ഞങ്ങളുടെ വീട്ടില് കിടന്നാ മതി. അങ്ങനെ ഞാൻ പലപ്പോഴും ഒരാഴ്ചയില് 2 ദിവസം എന്റെ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങൾ അവരുടെ വീട്ടില്. അങ്ങനെ ആത്മീയമായിട്ടുള്ള രീതിയിലും അവർക്കും എന്നെ പോലുള്ള എന്റെ ഒരു മോളുണ്ട്. അപ്പൊ അവളോടൊപ്പം സഹകരിക്കാൻ ആ വീട്ടിലൊരു മോളായിട്ട് തന്നെ അവരെന്നെ അന്ന് കൈക്കൊണ്ടു. അവരെന്നെ വളർത്തുവാൻ ഇടയായി തീർന്നു. ഒരു ആത്മീയ ഭവനമായിട്ട് അവരുടെ വീട്ടിൽ നിന്ന് ഞാൻ ആത്മീയമായിട്ട് വളരുവാനൊക്കെ ഇടയായി തീർന്നു. ആ സമയത്ത് പിന്നെ ഞാൻ 2 വർഷം ഇങ്ങനെ ബൈബിൾ കോളേജിൽ പോയി. എനിക്ക് വചനം പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ പോയി, പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിൽ തന്നെ 2 വർഷക്കാലം പോയി പഠിച്ച് വന്നു. അപ്പൊ ഞാൻ എന്നെ ബൈബിൾ കോളേജ് ഉണ്ടാക്കിയപ്പോൾ എന്റെ മാതാവ് ഒരു ദിവസം എന്റെ പാസ്റ്റർ ഇങ്ങനെ ഞങ്ങളുടെ വീടിന്റെ അവിടെയുള്ള കവലയിൽ നിന്ന് പരസ്യയോഗം നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ മാതാവ് എന്നെ പറഞ്ഞു, ഒരു ഭദ്രകാളിയെ പോലെ പാസ്റ്ററുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് പാസ്റ്ററെ ഇങ്ങനെ ഷർട്ടിന് ഇങ്ങനെ കുത്തി പിടിച്ചിട്ട് എന്റെ പാസ്റ്ററോട് ഒത്തിരി തെറി പറഞ്ഞു. നീ എന്റെ മോളെ വേശ്യാലയത്തിൽ കൊണ്ടുപോയിട്ടേ ഇരിക്കും, എന്റെ മോളെ തിരിച്ചു വിളിക്കുക. അത്രയും ആളുകളുടെ നടുവിൽ വെച്ചിട്ട് എന്റെ പ്രിയ മാതാവ് അപ്രകാരമുള്ള വാക്കുകൾ പറയുവാനിടയായി തീർന്നത് പിന്നീട് ഞാൻ അറിഞ്ഞപ്പോൾ എന്റെ മനസ്സിന് ഏറ്റവും വലിയൊരു ഭാരമുള്ളതായി തീർന്നു. കാരണം അന്ന് അമ്മച്ചിയുടെ വായിൽ നിന്ന് വന്നത് എന്റെ വേശ്യാലയത്തിൽ കൊണ്ടിട്ടേക്കുവാന്നുള്ള ഒരു വാക്കായിരുന്നു എന്റെ പ്രിയ മാതാവ് ആ പാസ്റ്ററോട് പറഞ്ഞത്. എന്നാൽ ആ പാസ്റ്ററും ദൈവത്തെ സ്നേഹിക്കുകയും അതുപോലെ എന്നെ കരുതുകയും ചെയ്യുന്ന ഒരു പാസ്റ്റർ ആയതുകൊണ്ട് ആ മാതാവിനോട് ഒന്നും പറയുവാനിടയായില്ല. ആ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. പിന്നീട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു കടന്നു വന്നപ്പോൾ പിന്നീട് എന്ത് ചെയ്യണമെന്നോ എങ്ങനെ മുന്നോട്ടണമെന്നോ ഒന്നും അറിയുന്നില്ല. കാരണം എല്ലാം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമായിരുന്നു. ആ സമയത്താണ് എന്നെ ഒരു ആത്മീയ മോളായി കൈകൊണ്ട് ആ ഭവനത്തിലെ ഒരു ബ്രദർ ആദ്യമായിട്ട് ഇങ്ങനെ OM ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ ജോയിൻ ചെയ്തു. അപ്പൊ ആ ബ്രദർ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോ എന്നോട് അവിടുത്തെ അമ്മച്ചി പറഞ്ഞു, എന്നെയും കൂടി അതിൽ ജോയിൻ ചെയ്യിക്കാനായിട്ട് പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ എനിക്കും ഓപ്പറേഷൻ മൊബിലൈസേഷനില് 2 വർഷക്കാലം അവിടെ ജോയിൻ ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ പത്തനാപുരത്ത്, കേരളത്തിലാണ് ആദ്യമായിട്ട് ഞാൻ ജോയിൻ ചെയ്ത. ആ സമയത്ത് അവിടെ ഞങ്ങൾക്ക് ഒരു ടീമുണ്ട്. ആ ടീമുമായിട്ട് ഞങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളില് പത്തനംതിട്ട ജില്ലയിലെ പത്തനാപുരം അങ്ങനെയുള്ള അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ പല വീടുകളും പല ഹിന്ദുക്കളുടെ ഭവനങ്ങളിലും ഒക്കെ കയറി ഞങ്ങൾ ട്രാക്റ്റുകൾ കൊടുക്കും, ദൈവവചനം പറയുമോ, അങ്ങനെയുള്ള സൺഡേ സ്കൂൾ നടത്തും, പിള്ളേരെ BBS നടത്തും, അതുപോലെ തന്നെ പിള്ളേരെ ദൈവവചനം പഠിപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങള് ആ കുഞ്ഞു നാളിലൂടെ എന്നിലൂടെ ദൈവം ചെയ്യുവാനിടയായി തീർന്നു. ഭയങ്കര നല്ലൊരു പ്രവർത്തനമായിരുന്നു ഞങ്ങളുടെ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങൾക്ക് സെക്കന്ദരാബാദിലേക്ക് പഠിക്കാനായിട്ട് പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെ സെക്കന്ദരാബാദിലേക്ക് അവിടെ നിന്ന്
നിന്ന് കയറിപ്പോയി. പിന്നീട് ദൈവം അവിടെ നിന്ന് പഞ്ചാബിലേക്ക് എന്നെ അയക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പൊ പഞ്ചാബിലേക്കും എന്നെ അയച്ചു. അപ്പൊ അതിക്ക് മുന്നേ ഞാൻ ഈ വിശ്വാസത്തിൽ വന്നപ്പോൾ പലരും എന്നെ നിന്ദിച്ചു, എന്നോട് ചോദിച്ചു, നിന്റെ ഭാവി എന്താകും? നീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് നടന്ന നിന്നെ ആര് കെട്ടും? നീ എന്തിനാ ഇങ്ങനെ പോയത്? നീ ഒരു മാർഗവാസി ആയില്ലേ? നിന്നെ ആര് എനിക്ക് കെട്ടും? നീ ഒന്നുപോലെ ജാതികളായിട്ട് നിന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ജാതികാരനെങ്കിലും വന്ന് കെട്ടിയാനെ. ഇനിയിപ്പൊ നീ ഇങ്ങനെ പോയത് കൊണ്ട് ആര് വരാനാ എന്നുള്ളൊരു ചോദ്യം അവര് എന്നോട് ചോദിച്ചു. ഒരു യാക്കോബ കുടുംബത്തിലെ ഉള്ള ഒരു അപ്പച്ചനാണ് ചോദിച്ചത്. ഇന്ന് അപ്പച്ചൻ ഭൂമിയിലില്ല. എങ്കിൽ ആ അപ്പച്ചനോട് ഞാൻ ഇപ്രകാരം അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ചന് എന്റെ ഭാവിയെ കുറിച്ച് ഇപ്രകാരമുള്ള ഒരു ചിന്ത ഉണ്ടെങ്കിൽ എന്നെ സൃഷ്ടിച്ച എന്റെ ദൈവത്തിന് എന്റെ ഭാവിയെ കുറിച്ച് എത്രമാത്രം കരുതലായിരിക്കും, എത്രമാത്രം ചിന്തയായിരിക്കും എന്ന് ചോദിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ അപ്പച്ചൻ പിന്നീട് ഒന്നും പറഞ്ഞില്ല, പ്രാർത്ഥനയ്ക്ക് പോയി. അങ്ങനെ പിന്നെ ഞാൻ OME ജോയിൻ ചെയ്തു. OME ജോയിൻ ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്കൊരു ഭാവി ഇല്ലല്ലോ, ആര് ഞങ്ങൾക്ക് ഒരു ഭാവി തരും എന്നുള്ളൊരു ചിന്ത എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കാരണം വീട്ടിൽ നിന്ന് ആരും നോക്കാനില്ല. ആങ്ങളെ ആയാലും വലുതായി, പക്ഷെ ആങ്ങളെയൊന്നും നോക്കില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. ചേച്ചിക്കായാലും അതിനുള്ള ഒരു കരുത്തില്ല. എന്റെ ചേച്ചി ഒരു തയ്യൽ പഠിക്കാനൊക്കെ പോയി, അങ്ങനെ ഒരു തയ്യലായിട്ട് നടക്കുന്നു. പിന്നെ മാതാവായാലും മറ്റുള്ള പണിക്കൊക്കെ പോയി. അങ്ങനെയാണ് കുടുംബം അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ആരും നോക്കാനില്ല, ഒരു കല്യാണം വന്ന് നടത്തി തരാനും ആളില്ലല്ലോ എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ആര് നമുക്ക് വേണ്ടി ഒരുക്കും എന്നുള്ളൊരു ചിന്ത എന്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് ദൈവത്തിന്റെ സന്നിധിയില് ദൈവത്തോടുള്ള ആ സ്നേഹം, ദൈവത്തോട് എങ്ങനെയെങ്കിലും കർത്താവിന് വേണ്ടി ജീവിക്കണം, കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടണം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ചിന്ത വന്നതുകൊണ്ട് ഇങ്ങനെ ഞാൻ പഞ്ചാബില് പിന്നീട് ഞാൻ സെക്കൻഡറാബാദിലെ പഠിത്തം കഴിഞ്ഞ് പഞ്ചാബിലേക്ക് ഞങ്ങളെ ടീമായിട്ട് ഇങ്ങനെ അയച്ചു. അവിടെ പോയി ഒരു വർഷം അവിടെ നിന്ന് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ദൈവത്തിന്റെ വേല ആ പഞ്ചാബിലെ അറിയില്ലാത്ത ഭാഷക്കാരുടെ ഇടയിൽ ഒരു ഭാഷ മാത്രമേ അറിയൂ, മലയാളം. അതും ശരിക്കും അറിയത്തില്ല. എങ്കിലും ഞാൻ പറയട്ടെ, ആ മലയാളം വെച്ചുകൊണ്ട് ഈ പഞ്ചാബികളുടെ ഇടയ്ക്ക് അപ്പൊ ഞങ്ങൾ ടീമായിട്ട് ഇങ്ങനെ വിടും. അവര് ടീമായിട്ട് വിട്ടു കഴിയുമ്പോ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ചിലപ്പോ ഹിന്ദിയിൽ ഒരു ശബ്ദം പോലും പറയുവാൻ അറിയില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു അന്ന്. ചിലപ്പോ അവരോട് ചെന്ന് നമസ്തേ എന്ന് പറയുന്നതിന് പകരം നമ്മൾ അവർക്ക് താങ്ക് യു ചെന്ന് പറയുന്നത്, അങ്ങനെയുള്ള ഒരു വേർഡാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതൊക്കെ. പക്ഷെ അന്നൊന്നും അറിയില്ല ഇതാണ് താങ്ക് യു എന്നുള്ള വേർഡ്, അല്ലെങ്കിൽ ഇതാണ് നമസ്തേ എന്നുള്ള വേർഡും തല തിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ആ സമയത്തൊക്കെ. എങ്കിലും ഞാൻ പറയട്ടെ, ആ സ്ഥാനങ്ങളിൽ അറിയില്ലാത്ത ഭാഷക്കാരുടെ ഇടയില് ദൈവത്തിന്റെ വചനം പറയുവാനും അനേക ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിക്കാനും അനേകർക്ക് വേണ്ടി ഹല്ലേലൂയ ദൈവവചനം പകർന്നു കൊടുക്കുവാനും ഒക്കെ ദൈവം ഹല്ലേലൂയ ഒന്നും അറിയില്ലാത്ത ഈ എന്നെയും എന്നിലൂടെയും ദൈവം പ്രവർത്തിച്ചത് ഓർക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം എത്ര നല്ലവനാ. ഹല്ലേലൂയ ഇതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഹല്ലേലൂയ ഒന്നും സ്കൂളിന്റെ വിദ്യാലയ വരാന്ത പോലും കാണാത്ത ഒരു പത്രോസിനെ ഹല്ലേലൂയ ആളുകളെ പിടിക്കുന്നവനാക്കിയ ഒരു കർത്താവിനെ ഹല്ലേലൂയ എന്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ നമ്മുടെ വിദ്യാഭ്യാസമല്ല ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രവർത്തിക്കാനുള്ളത്, നമ്മുടെ മനസ്സാണ്. ഹല്ലേലൂയ നമുക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഒരു ഒരുക്കമുള്ള ഒരു മനസ്സുണ്ടോ, അവിടെയാണ് ദൈവം പ്രവർത്തിക്കാനിടയായി തീരുന്നത്. ഹല്ലേലൂയ അങ്ങനെ ഞങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഹല്ലേലൂയ എനിക്ക് ഒരു വിവാഹാലോചന അങ്ങനെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അപ്പൊ വിവാഹാലോചന കടന്നു വന്നപ്പോൾ എന്റെ ചർച്ചിലുള്ള പാസ്റ്ററും ഒക്കെ പറഞ്ഞു നമുക്കിത് നടത്താന്ന് ഇങ്ങനെ പറയാനിടയായിത്തീർന്നു. അപ്പൊ ആ ബ്രദറും OME തന്നെ ഗ്രാജുവേഷൻ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇപ്പൊ കല്യാണത്തിന്റെ ആ സമയം വന്നപ്പോൾ വീട്ടിൽ നിന്നോ ഒരു 5 പൈസ പോലും തരാനില്ല. അപ്പൊ ഒരു 5 പൈസ പോലും അവർക്ക് കൊടുക്കുവാനോ അല്ലെങ്കിൽ എനിക്ക് ഒരു നേരത്തെ അല്ലെങ്കിൽ എനിക്ക് ഒരു ഡ്രസ്സ് മേടിച്ചു തരുവാനോ ഒന്നും വഴിയില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു എന്റെ ഭവനത്തില്. ആ സമയത്തും എന്റെ കർത്താവ് എനിക്ക് വേണ്ടി അവിടെ പ്രവർത്തിച്ചു. എന്റെ ചർച്ചിലുള്ള എന്റെ ചില സഹോദരങ്ങളെ ദൈവം എഴുന്നേൽപ്പിച്ചു. എന്റെ കല്യാണത്തിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവം അവിടെ ചെയ്തു എന്ന്. എന്നാൽ ഒരു സ്ത്രീധനം പോലും മേടിക്കാതെ ഈ വിവാഹം അവര് പറഞ്ഞു, ഞങ്ങൾക്ക് സ്ത്രീധനം ഒന്നും വേണ്ട, ഈ പെങ്കൊച്ചിനെ മാത്രം മതിയെന്ന് എന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ പറയാനിടയായി തീർന്നു. അവര് ഒരു ഹൈന്ദവ ഭവനത്തിൽ നിന്നാണ് കടന്നു വന്നത്. അതുകൊണ്ട് ആ സമയത്ത് കടന്നു വന്ന സമയത്ത് ദൈവത്തിന്റെ ആ സ്നേഹം അവര് വെളിപ്പെട്ടത് കൊണ്ട് അവര് പറഞ്ഞു, ഞങ്ങൾക്ക് സ്ത്രീധനായിട്ടൊന്നും വേണ്ട,
ഈ കൊച്ചിനെ മതി. എന്നാൽ അവർ വലിയ പണക്കാരോ ഒന്നും അല്ല, അവരും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു ഭവനമായിരുന്നുവെങ്കിലും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് ഞാൻ ഇന്നും കരുതുന്നത്. അപ്പൊ എന്റെ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, കാര്യങ്ങൾ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്റെ, നമ്മുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളാണല്ലോ നമുക്ക് പറയാം. എന്നാലും ഞാൻ എന്റെ പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, ഷീനയ്ക്ക് വേണ്ടി ആര് കല്യാണ സാരിയൊക്കെ മേടിക്കും എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ എന്റെ ആങ്ങള പറഞ്ഞു ഞാൻ മേടിച്ചോളാന്ന് പറഞ്ഞു. പക്ഷെ കല്യാണത്തിന്റെ 2 ദിവസം മുന്നായിട്ട് കല്യാണ സാരി മേടിച്ചിട്ടില്ല. കാരണം ആങ്ങളയ്ക്ക് അത് മേടിച്ചു തരാനുള്ള ഇതില്ല, അല്ലെങ്കിൽ പുള്ളി അതിനു വേണ്ടി മെനക്കെടുന്നില്ല. അപ്പൊ എനിക്കാകെ ഭയങ്കര ഒരു ടെൻഷനായി. അപ്പൊ എന്നെ ഈ ആത്മീയ ജീവിതത്തിലെ കൈക്കൊണ്ടൊരു ഭവനമുണ്ട്. ആ ഭവനത്തിലെ ആ മോളുടെയും കല്യാണം. അപ്പൊ ഞങ്ങളുടെ തലേദിവസം പിറ്റേ ദിവസമാണ് ഞങ്ങളുടെ കല്യാണം. അപ്പൊ അവളുടെ കല്യാണത്തിന് ഞാനിങ്ങനെ ചെന്നപ്പോ അവൾക്കെല്ലാം മേടിച്ച എല്ലാ ഇതായിരിക്കും. അപ്പൊ എനിക്ക് ആകെ ഒരു ഭയങ്കര മാനസികമായിട്ട് ഒരു തളർന്ന ഒരു അവസ്ഥയിലാണ് പോകുന്നത്. കാരണം കല്യാണ സാരി ഇല്ല. ഒരു ദിവസം കൂടി കഴിഞ്ഞ എന്റെ കല്യാണം, ഞാൻ എങ്ങനെ പോകും, ആരോട് പറയും എന്നിങ്ങനെ ഞാൻ ദുഃഖിച്ചിങ്ങനെ ചെല്ലുമ്പോൾ ആ വീട്ടിലെ അപ്പച്ചൻ എന്നോട് ചോദിച്ചു, ഷീന നിന്റെ മുഖം എന്നെ വാടിയിരിക്കണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ആങ്ങളെ കല്യാണ സാരി മേടിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് അവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത ആ സമയമായിരുന്നു. ആ സമയത്ത് അവര് പെട്ടെന്ന് അപ്പച്ചന്റെ കയ്യിൽ ഒരു 300 രൂപ എടുത്തു തന്നിട്ട് പറഞ്ഞു, നീ 300 രൂപയ്ക്ക് പറ്റി ഒരു സാരി മേടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ ചർച്ചിലുള്ള ഒരു ചേച്ചിയും കൂടി പെരുമ്പാവൂർ ടൗൺ മുഴുവൻ ഞങ്ങൾ അന്വേഷിച്ചു. ഒരു 300 രൂപയ്ക്ക് ഒതുങ്ങുന്ന ഒരു സാരിക്ക് വേണ്ടി. ഞാൻ പറയട്ടെ, അവസാനം ഞങ്ങൾ കയറിയ കടയിലെല്ലാം 300 രൂപ മുകളിലുള്ള സാരി വന്നത്. എന്നാൽ അവസാനം ഒരു കടയിൽ കയറി. അപ്പൊ ചേച്ചി പറഞ്ഞു, നമുക്ക് ഒരു കടയും കൂടി ഉണ്ട്, ലാസ്റ്റ് നമുക്ക് അവിടെയും കൂടി കയറി ഇറങ്ങാം, എന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് അങ്കമാലിയിലേക്ക് പോകാം എന്നുള്ള ഒരു ചിന്തയോടെ ഇങ്ങനെ നിന്നപ്പോൾ അവസാനം ആ കടയിൽ കയറി അവരാദ്യം എടുത്തിട്ട് ഒരു സാരി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ആ പൈസയുടെ ഹല്ലേലൂയ ഉള്ളിൽ നിൽക്കുന്ന ഒരു സാരി ആയിരുന്നു. അത് കണ്ടപ്പോ എല്ലാവർക്കും സന്തോഷം. കാരണം അത്ര നല്ലൊരു സാരി ആയിരുന്നു ദൈവം അന്ന് എനിക്ക് വേണ്ടി കല്യാണത്തിന് വേണ്ടി ഒരുക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഞാൻ പറയട്ടെ, അന്ന് ഞാൻ പറഞ്ഞതിന്റെ സാരം നമ്മുടെ ജീവിതത്തിൽ അന്ന് എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു അത്ഭുതമാണ്. കാരണം ആ 2001 ആ സമയങ്ങളിലൊന്നും ചിലർക്കൊക്കെ എല്ലാം ഉണ്ട്, എന്നാൽ ചിലർക്ക് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. എല്ലാം ഉണ്ടെങ്കിൽ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ, ആളുകൾ ഉണ്ടെങ്കിൽ ആരും നോക്കാനില്ലാത്ത ഒരു അവസ്ഥ. ആ അവസ്ഥയിലൂടെ കടന്നു പോയത്. ആ സമയത്ത് ആ ഒരു സാരിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് ഇടാനുള്ള ഒരു കൊതി അന്ന് ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അന്ന് ലഭിച്ചില്ല. എങ്കിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെട്ടു പോകാതെ, എന്റെ ദൈവം ലജ്ജിപ്പിക്കാൻ ഇടയാക്കാതെ അന്ന് ആ ദൈവം എന്റെ ജീവിതത്തിൽ അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കല്യാണം എന്റെ 2001 കഴിഞ്ഞു. 2001 കഴിഞ്ഞ് അപ്പൊ ഞങ്ങള് കുടുംബമായിട്ട് എന്റെ ഹസ്ബൻഡിന്റെ വീട് പുൽപ്പള്ളിയിലാണ്, വയനാട്ടില്. അപ്പൊ കുടുംബമായിട്ട് അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്യണമെന്നുള്ള ഒരു താല്പര്യമായിരുന്നു അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ ഈ പുള്ളിയുടെ ഭവനം സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ എന്ത് ചെയ്യണം, എത്ര നോക്കിയിട്ട് പോലും. അപ്പൊ പുള്ളിയുടെ പേരിലൊരു 10 സെന്റ് സ്ഥലമുണ്ട്. അപ്പൊ അച്ഛൻ പറഞ്ഞു ഒരു വയലത്. അപ്പൊ അച്ഛൻ പറഞ്ഞു നിങ്ങൾ അത് വിറ്റിട്ട് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ അത് വിൽക്കാൻ നോക്കിയിട്ടും അത് വിൽക്കുവാനായിട്ട് പറ്റുന്നില്ല, ആരും മേടിക്കാനായിട്ട് വരുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവേ എന്താ നിന്റെ ഉദ്ദേശം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു ഞായറാഴ്ച ഞങ്ങളിങ്ങനെ ചർച്ചില് കടന്നുപോയി. അപ്പൊ അന്നൊന്നും ഫോണൊന്നും ഇല്ല, അന്നൊക്കെ മൊബൈലോ ഒന്നുമില്ല, ഈ ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ. അന്നേരം അടുത്തുള്ള വീട്ടിലാണ് ടെലിഫോൺ വന്നത്. അന്നേരം ചർച്ച കഴിഞ്ഞ് വന്നപ്പോൾ അവിടുത്തെ ആ ചേച്ചി എന്നോട് പറഞ്ഞു, അന്ന് നിങ്ങൾക്ക് ഒരു ഫോൺ വന്നിട്ടുണ്ട്, ഉച്ച കഴിഞ്ഞ് വന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ 2 മണിക്ക് ഞങ്ങൾ ചെന്നു. അപ്പൊ ഒരു തൃശ്ശൂരിൽ നിന്ന് ഒരാള് ഞങ്ങളെ വിളിച്ചു. ഇങ്ങനെ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞാന് അബി എന്ന് പറഞ്ഞ ഒരു ചേട്ടന്, അബി കാരണം എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു സിസ്റ്റർ ഉണ്ട്, ഞാന് OIM-ല് വർക്ക് ചെയ്ത എന്റെ ലീഡർ ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരിയുടെ ആങ്ങളെയാ. അപ്പൊ ഞങ്ങൾ ഇവരുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് ഈ OIM-ലായിരിക്കുമ്പോ തന്നെ. അപ്പൊ തന്നെ ഈ ചേട്ടനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് എന്നോട് ആ ചേച്ചി ഇപ്രകാരം പറഞ്ഞ, ഷീന ഇന്ന് രാവിലെ ആബിച്ചേട്ടൻ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവത്തിന്റെ ആത്മാ
ആത്മാവ് നിന്നെ കുറിച്ചൊരു ഭാരം ആബിച്ചേട്ടന്റെ ഉള്ളിൽ കൊടുത്തു. ഷീനാന്ന് ആ വേട് പുള്ളിയുടെ ആ പേര് മായുന്നില്ല. പുള്ളിയോട് ദൈവം പറയുക, നീ അവരെ വിളിക്കണം, അവർക്ക് എന്തോ ആവശ്യമുണ്ടെന്ന് ദൈവം പുള്ളിയോട് പറയാൻ ഇടയാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ഞങ്ങളോട് ചോദിച്ചു, എന്താ നിന്റെ ആവശ്യം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇങ്ങനെ നോർത്ത് ഇന്ത്യക്ക് പോകണം, ഗുജറാത്തിലേക്ക് പോകണം, ഞങ്ങൾക്ക് ദൈവവേല ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, നീ പെട്ടെന്ന് നിങ്ങൾ ഇന്ന് തന്നെ വണ്ടി കയറി തൃശ്ശൂരിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വണ്ടിക്ക് ഉള്ള പൈസ ഇല്ല എന്ന് പറഞ്ഞു. പുള്ളി എന്നിട്ട് അവിടുന്ന് പൈസ അയച്ചു തന്നു. എങ്ങനെയെങ്കിലും കടം മേടിച്ച് നീ വാ, ഞാൻ വന്നിട്ട് തിരിച്ചു തരാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അടുത്തുള്ള വീട്ടിൽ നിന്ന് പൈസ മേടിച്ച് ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ പെട്ടെന്ന് പുള്ളി പൈസ എടുത്ത് തന്നിട്ട് പറഞ്ഞു, വേഗം ടിക്കറ്റിന് ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ എന്റെ ഹസ്ബൻഡ് പോയി തൃശ്ശൂരിൽ പോയി. അപ്പൊ തന്നെ നോർത്ത് ഇന്ത്യക്ക് വരാനുള്ള ടിക്കറ്റിന് ബുക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വേറെ ഒരു ബുക്ക് ചെയ്തു. അത് പോവാൻ നേരത്തെ ഞങ്ങൾക്ക് അന്ന് പോവാനുമുള്ള പൈസ ഇല്ല. അന്നേരം ഈ ചേട്ടൻ ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോകുന്നതിന്റെ ആവശ്യമായിട്ടുള്ള എല്ലാ വണ്ടിക്കൂലിയും അന്ന് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരം, നമ്മുടെ മനസ്സറിയുന്ന ഒരു ദൈവമുണ്ട്, കർത്താവിന് വേണ്ടി നിൽക്കുന്നു എന്ന് നമ്മുടെ ജീവിതത്തില് ഒരു ഉറച്ച മനസ്സ് നമുക്കുണ്ടെങ്കിൽ അത് ഏത് അവസ്ഥയായാലും ശൂന്യതയായാലും ആ ശൂന്യതയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അന്ന് എന്റെ ജീവിതത്തിൽ മനസ്സിലാകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് ഗുജറാത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഗുജറാത്തില് 2001 ഗുജറാത്തിൽ കടന്നു വന്നു. ആ സമയത്ത് ഭൂകമ്പം കഴിഞ്ഞ സമയമായിരുന്നു. അപ്പൊ ഞങ്ങൾ ആദ്യം ഒരു ഗുജറാത്ത് സംഘടനയുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നത്. അവിടെ ഞങ്ങൾ അധോയ് എന്ന ഗ്രാമത്തില്, കച്ചില് അധോയ് എന്നൊരു ഗ്രാമം, ആ ഗ്രാമമാണ് അന്ന് ഭൂകമ്പത്തിന് മൊത്തം നശിച്ചു പോയത്. അധികം എല്ലാം നഷ്ടപ്പെട്ടു പോയ ആ ഗ്രാമമാണ്. ആ ഗ്രാമത്തില് ഞങ്ങൾ ഈ സംഘടനയോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളായിരുന്നു ആ ഗ്രാമത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. അവിടെയുള്ള റിലീഫ് വർക്ക് നടത്തുവാനായിട്ട് ഞങ്ങളെയാണ് ഏൽപ്പിച്ചിരുന്നത്. അനേക ഭവനങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഈ സംഘടന മുഖാന്തരം, ഞങ്ങളിലൂടെ മുഖാന്തരം ദൈവം ഒരുക്കി കൊടുക്കുവാനിടയായിത്തീർന്നു. അനേകർക്ക് അവിടെ ഈ വീട് വെച്ച് കൊടുക്കുന്നതിനുള്ള അതിന്റെ ഓരോ കാര്യങ്ങളും ഞങ്ങളിലൂടെ ദൈവം ചെയ്യുവാനിടയായിത്തീർന്നു. പിന്നീട് അനുഗ്രഹിക്കപ്പെട്ട ഒരു വേലയുള്ള ബന്ധത്തിൽ ഞങ്ങൾ അവിടെ നിന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങള് ആ സംഘടന വിട്ടു. ഞങ്ങള് അടുത്ത ഒരു ചർച്ചിനോട് ചേർന്ന് ഞങ്ങളൊരു ദ്രംഗന്ദ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് 11 വർഷക്കാലം അവിടെ ചർച്ച് മിനിസ്റ്ററുള്ള ബന്ധത്തിൽ ഞങ്ങൾക്കായിരിക്കാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. അപ്പൊ തന്നെ ദൈവം 2003 ഞങ്ങൾക്കൊരു മോളെ തരുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് പിള്ളേരൊന്നും ആവാത്തത് കൊണ്ട് ഭയങ്കര ഒരു പ്രോബ്ലം ആയിരുന്നു. ഞങ്ങൾ ഡോക്ടറെ കാണാനൊക്കെ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ട്, കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഈ മരുന്നൊക്കെ കഴിക്കുന്നു പറഞ്ഞ് ഇങ്ങനെ എഴുതി തന്നു. ഇപ്പൊ എന്റെ ഹസ്ബൻഡ് അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിച്ചിട്ട് മരുന്നെല്ലാം എടുത്തു കഴിഞ്ഞു. വേണ്ട, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ച 1 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് ദൈവം ഒരു മോളെ തരുവാനിടയായി തീർന്നു. മോളെ തന്ന് അങ്ങനെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു മിനിസ്ട്രി. ഞങ്ങൾ ഒന്നുമില്ലാത്ത ഒരു ക്രിസ്ത്യൻസോ ഒന്നുമില്ലാത്തവരുടെ ഇടയിലാണ് ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യാനിടയായി തീർന്നത്. അവിടെ ഒരു പഞ്ചാബി ഫാമിലി വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അതേപോലെ തന്നെ അത് മുഖാന്തരം ഒരു കർണാടക ഫാമിലി കടന്നു വന്നു. അങ്ങനെ അനേകർ ആ സമയത്ത് ഞങ്ങൾ വർക്ക് ചെയ്ത് അനേകർ കടന്നു വരുവാനിടയായി തീർന്നു. അതേപോലെ തന്നെ അവിടെയുള്ള ഒരു ആർമി സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ ആർമി സ്റ്റേഷനിൽ നിന്നും അനേകര് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. ആന്ധ്രയിൽ നിന്നുള്ള പ്രിയപ്പെട്ടവരും അതേപോലെ തന്നെ വേറെ വേറെ രാജ്യത്തെ വേറെ സ്റ്റേറ്റിൽ നിന്നുള്ളവരാണ് അവിടെ ആരാധനയ്ക്കായിട്ട് കടന്നു വന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഞങ്ങൾ അവിടെ പ്രവർത്തനത്തിനായിട്ട് പോകും. പല വില്ലേജുകളിൽ ഞങ്ങൾ പോകും, അവരോടൊക്കെ സുവിശേഷം പറയും, പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അനേക അത്ഭുതങ്ങള്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവർക്ക് രോഗസൗഖ്യം കൊടുക്കുന്നു. അതുപോലെ തന്നെ ഒരു ആന്റി ഇങ്ങനെ ഭൂതം ബാധിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഭവനത്തിൽ ചെന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആന്റി ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നീട് ഞങ്ങള് ആ ആന്റിയോട് ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇങ്ങനെ അവരുടെ മോള് പറഞ്ഞു, ഈ മമ്മിക്ക് എപ്പോഴും പേടിയാ, എന്തെന്നറിയില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചപ്പോ പറഞ്ഞു, അവര് ഈ ആർസിക്കാരായിരുന്നു. അവര് ഒരു പ്രാവശ്യം ഇവരുടെ മൂത്ത ചേച്ചി ഇങ്ങനെ മരിച്ചുപോയി. അവര് 40 ദിവസം കഴിഞ്ഞ് ഇവര് ഈ കല്ലറക്കയില് കുഴിച്ചിട്ട് കൊടുത്ത് ചെന്ന് എന്തോ ഫുഡ് കൊടുക്കുന്നതായിട്ടുള്ള ഒരു രീതിയുണ്ട് ആർസിക്കാർക്ക്. അപ്പൊ അത് കൊടുക്കാനായിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ അത് കൊടുത്ത് ഇങ്ങനെ അവരെ കുഴിമാടത്തിന്റെ ഉള്ളിൽ എന്തോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ നടന്നപ്പോൾ പെട്ടെന്ന് ഒരു പാത്രം വീണ് ഒച്ച
കേട്ടു. ആ ഒച്ച കേട്ടപ്പോൾ പെട്ടെന്ന് ഈ ആന്റി അങ്ങ് ഞെട്ടിപ്പോയി. അന്ന് മുതല് പുള്ളിക്കാരിയിൽ ഒരു പൈശാചിക ബന്ധനം കയറുവാനിടയായി തീർന്നു. പക്ഷെ പലപ്പോഴും പല അമ്പലങ്ങളിൽ പോയി, പല മുസ്ലിം പള്ളി പോയി, പക്ഷെ ഒന്നും RC-കാരുടെ ചർച്ചിൽ പോയി അവർ കൊന്ത ചൊല്ലി അവര് കഴുത്തിലിട്ട് കൊടുത്തു. പക്ഷെ ഒന്നുകൊണ്ടും അവർക്ക് മാറിപ്പോവാൻ ഇടയായി തീർന്നില്ല. എന്നാൽ ഞങ്ങൾ ഒരു 3 ദിവസം അവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ഇടയായിരുന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ദൈവം പ്രവർത്തിച്ചു. അവരിലുണ്ടായിരുന്ന ആ ഭൂതശക്തി, അവരിലുണ്ടായിരുന്നതായിട്ടുള്ള ആ പൈശാചിക ബന്ധന അവരെ വിട്ടു പോകുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ ആ ദേശത്ത് വലിയ പ്രവൃത്തികൾ ദൈവം ചെയ്തെടുക്കുവാനിടയായി തീർന്നു. പിന്നീട് 7 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മോനെ കൂടി ദൈവം ഞങ്ങൾക്ക് തരുവാനിടയായി തീർന്നു. ആ മോനെ തന്നപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടോ ഒന്നും ആ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിലില്ല, ഞാൻ പറയട്ടെ. എങ്കിലും ഞാൻ സമയത്ത് ദൈവം ഞങ്ങൾ അത്ഭുതകരമായിട്ട് ആ ദൈവം ഞങ്ങളെ നടത്തിയ. ഒരിക്കലും എന്റെ കുഞ്ഞ് ചെറിയൊരു കാര്യമാണെങ്കിൽ ഇപ്പോഴും എന്റെ ജീവിതത്തിൽ വലിയൊരു ഇതായിട്ട് തോന്നുന്നു. എന്റെ മോള് ഇങ്ങനെ പറഞ്ഞു, പപ്പ എനിക്ക് തർബൂജ് കഴിക്കണം, എന്താ പറയുന്ന വാട്ടർ മില്ലൻ കഴിക്കണം എന്ന് പറഞ്ഞു. വാട്ടർ മില്ലൻ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, എങ്ങനെ മേടിച്ചു കൊടുക്കും? അപ്പൊ ഞങ്ങൾ എന്നിട്ട് കുഞ്ഞിനെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ വേലയ്ക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ അയാൾ തിരിച്ചു വന്നപ്പോൾ ഞാൻ അയൽവക്കത്തുള്ള ഒരു സഹോദരി ഞങ്ങളുടെ കയ്യിലേക്ക് ഒരു പൊതി കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഏതൊരു ആർമിയിൽ നിന്ന് ഒരു സഹോദരൻ വന്നതാ, ഇതില് 2 വാട്ടർ മില്ലൻ ഉണ്ട്, ഇത് നിങ്ങൾക്ക് തന്നിട്ട് പോകാൻ പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ട് പോയി എന്ന് പറയാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, എന്റെ കുഞ്ഞിന്റെ ആഗ്രഹം അന്ന് ദൈവം അവിടെ സാധിപ്പിച്ചു. അന്ന് ഞങ്ങൾക്ക് മാതാപിതാക്കളായ ഞങ്ങൾക്കും എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മേടിച്ചു കൊടുക്കാന് അന്ന് ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. എന്നാൽ ഞങ്ങളെ അറിയുന്ന, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അറിയുന്ന, അവരുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവത്തെയാണ് അന്ന് ഇന്ന് ഞാൻ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ആ സ്ഥലത്ത് അനേക അത്ഭുതങ്ങള് ദൈവം എത്ര പറഞ്ഞാലും തീരത്തില്ല, അതുപോലെ ദൈവം പ്രവർത്തിക്കാൻ ഇടയായിത്തീർന്നു. പിന്നീട് ഞങ്ങൾ ചിന്തിച്ച് ഇത്രയും വർഷമൊക്കെ മോനുണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ പറയട്ടെ, മോനെ പ്രസവം കഴിഞ്ഞ ഉച്ചയ്ക്ക് ഞാൻ പ്രസവിച്ചു. വൈകുന്നേരം ഇപ്പൊ നോർത്ത് ഇന്ത്യയില് ഒക്കെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ച ആവുമ്പോഴത്തേക്കും നമ്മള് നോർമൽ പ്രസവമാണെങ്കിൽ അവര് ഒരു കുഴപ്പമൊന്നുമില്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും തിരിച്ച് വിടും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാ. അങ്ങനെ ഞാൻ ഉച്ചയായപ്പോ മോനെ പ്രസവിച്ചു. അപ്പൊ മോനെ നല്ലൊരു കോമളത്വമുള്ള ഒരു മോനെ, ഒരു കുഴപ്പമില്ല. വൈകുന്നേരമായപ്പോ അവര് പറഞ്ഞു നിങ്ങള് പൊക്കോളം പറഞ്ഞു വീട്ടിലേക്ക്. അങ്ങനെ ഡിസ്ചാർജ് ചെയ്തു. പക്ഷെ വീട്ടിലേക്ക് കയറിയപ്പോഴും മുതല് എന്റെ കുഞ്ഞ് കരച്ചില് നിർത്തുന്നില്ല. അവൻ വിട്ട് കരയുക. എന്റെ കുഞ്ഞിന് എന്ത് പാല് കൊടുത്തിട്ട് പോലും അവന്റെ കരച്ചില് നിൽക്കുന്നില്ല. അതേപോലെ തലയൊക്കെ ഇങ്ങനെ ചൂടായിട്ട് അങ്ങനെ പൊട്ടി പോകുന്ന ഒരു അവസ്ഥ. എന്ത് ചെയ്യണമെന്നറിയില്ല. കുഞ്ഞങ്ങനെ 2-3 ദിവസം ഉറക്കമില്ല അവന്. അതേപോലെ കരച്ചിൽ, എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങള് പീഡിയാട്രിഷ്യന്റെ അടുത്ത് കൊണ്ടുപോയി. പക്ഷെ അവര് നോക്കിയിട്ട് പറഞ്ഞു, കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല, അവനൊരു കുഴപ്പമില്ല. പക്ഷെ അത് പാല് കിട്ടാത്തോണ്ടായിരിക്കും അങ്ങനെ കരയണെന്നുള്ള അങ്ങനെ പറഞ്ഞ് ഞങ്ങള് വീട്ടിലേക്ക് വിട്ടു. എന്നാല് പിറ്റേ ദിവസം ഞായറാഴ്ച ഒരു സഹോദരി ആർമിയിൽ നിന്ന് പ്രേയറിന് വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഈ കൊച്ചിനെ എന്തിനെങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കൊണ്ടുപോകുമെന്ന് പണ്ട് ഞങ്ങളുടെ ഇന്ന് ബലമായിട്ട് ആ കൊച്ചിനെ പിടിച്ച് അവര് വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവര് പരിശോധിച്ചിട്ട് പറഞ്ഞു, ഈ കൊച്ചിന് മെനഞ്ചിറ്റീസ് ആണെന്ന് പറയുവാനിടയായി തീർന്നു. ആ മെനഞ്ചിറ്റീസ് ആ കൊച്ചിന്, അതുകൊണ്ടായി കൊച്ചിങ്ങനെ കരയുന്നത്, കൊച്ചിനെ കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല എന്ന് പറയുവാനിടയായി തീർന്നു. ആ സമയത്ത് പിന്നീട് അവർ ആ കൊച്ചിനെ അഡ്മിറ്റ് ആക്കി വെന്റിലേറ്ററിൽ ഒരാഴ്ച കൊച്ചിനെ അവിടെ വെച്ചു. അപ്പോഴേ ഞാൻ പ്രസവിച്ച ഉടനെ അതുകൊണ്ട് എന്നെ അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് മാറ്റി അവിടെ കുഞ്ഞിന്റെ അടുത്ത് കിടത്തുവാൻ ഇടയായി തീർന്നു. ആ കൊച്ചിന് ഒരു ബോധം ഒന്നുമില്ല, കൊച്ചു കണ്ണു തുറക്കൂല, ആ വെന്റിലേറ്ററിന്റെ ഉള്ളിൽ തന്നെ. ഇങ്ങനെ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൈകോർത്തിരുന്ന് പിടിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ കുഞ്ഞിനെ നീ ഞങ്ങൾക്ക് തന്നതാണെങ്കിൽ, നിന്റെ വാഗ്ദത്ത സന്തതി ആണെങ്കിൽ ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണം. ഇവന് എത്ര വലുതായാലും എന്തിതായാലും കർത്താവ് നിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു എന്ന് ഞങ്ങൾ കുഞ്ഞിനെ ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദൈവം അവന് സൗഖ്യം കൊടുത്തു. അപ്പൊ സൗഖ്യം കൊടുത്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് പോരാൻ നല്ലൊരു പൈസയായി. ആ സമയത്ത് പൈസയില്ല. അന്നേരമാണ് പെട്ടെന്ന് ഒരു ആർമിയിലെ ഒരു സഹോദരൻ കടന്നു വന്നിട്ട്, അപ്പൊ പുള്ളി റിട്ടയർഡ് ആവാൻ വേണ്ടി പോകുമായിരുന്നു. ആ പോയപ്പോൾ പുള്ളിയുടെ ATM കാർഡ് ഞങ്ങളുടെ കയ്യിലേക്ക് എടുത്തു തന്നിട്ട് പറഞ്ഞു, ഇതിലെ ഈ കുഞ്ഞിന് വേണ്ടി എത്ര പൈസ നിങ്ങൾ ചെലവാക്കുന്നു, എന്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ട്, അത്രയും പൈസ നിങ്ങൾ ചെലവാക്കുന്നുവെങ്കിൽ ആക്കിക്കോ, എങ്ങനെയെങ്കിലും കുഞ്ഞിനെ നല്ലതാക്കി കിട്ടണം എന്നുള്ള ഒരു ഇത് പറഞ്ഞിട്ട് പുള്ളിയുടെ ATM കാർഡ് തന്നിട്ട് പുള്ളി പോകാനിടയായി പോയി. എന്നാൽ അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ ഒന്നും പൈസ ഒന്നും എടുക്കേണ്ടതായിട്ട് വന്നില്ല. എന്റെ ദൈവം അതിക്ക് മുന്നേ എന്റെ കർത്താവ് എന്റെ കുഞ്ഞിനെ സൗഖ്യം തന്നു. എന്റെ കുഞ്ഞിനെ അത്ഭുതകരമായിട്ട് ദൈവം വിടിവിച്ചു എന്ന് എനിക്ക് അന്ന് പറയാനുള്ളൂ. ഞങ്ങള് കുഞ്ഞിനെ കൊണ്ട് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ തൊട്ടടുത്ത് ഉള്ള ഒരു കുഞ്ഞ്, 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ്, ഇതേ അസുഖത്താല് ആ കുഞ്ഞ് അപ്പൊ തന്നെ മരണമടയുവാൻ ഇടയായി തീർന്നു. ഞാൻ പറയട്ടെ, ശത്രു നമ്മുടെ കുഞ്ഞിനെ തകർത്തു കളയുവാനായിട്ട്, നമ്മുടെ വേറെ തകർത്തു കളയുവാനായിട്ട് അന്ന് ഹല്ലേലൂയ നമ്മളിൽ നോട്ടമിട്ട് പ്രവർത്തിച്ചതാ. എന്നാൽ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ അത് മാറ്റി കളയുവാനിടയായി തീർന്നു. ശത്രുവിന്റെ ആലോചനയെ വ്യർത്ഥമാക്കി കളയുവാനിടയായി തീർന്നു. അങ്ങനെ എന്റെ കുഞ്ഞിനെ ദൈവം രക്ഷിച്ച് ഇത്രത്തോളം ഹല്ലേലൂയ തരുവാനിടയായി തീർന്നു. അങ്ങനെ സന്തോഷമായിട്ട് ദൈവത്തിന്റെ വേലയിൽ മുന്നേറുവാനായിട്ട് ഞങ്ങൾ ഇടയായി തീർന്നു. അതുപോലെ തന്നെ പിന്നീട് ഞാൻ ചിന്തിച്ചു വന്നാൽ, ഈ കേരളത്തിലേക്ക് പോയി ഇത്ര നാള് നോർത്ത് ഇന്ത്യ നിന്നതല്ലേ, ഇനി കേരളത്തിലേക്ക് തിരിച്ചു പോകാം എന്നുള്ള ഒരു ധാരണയോടെ പിന്നെ 2011 ഞങ്ങള് പിന്നീട് കേരളത്തിലേക്ക് തിരിച്ചു പോകുവാനിടയായി തീർന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ ദൈവാത്മാവ് ഹല്ലേലൂയ ഒരു സമാധാനം തരുന്നില്ല. എങ്ങനെ മുന്നോട്ട് പോകണമെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നൊന്നും അറിയുന്നില്ല. അവിടെ ഒരു വേലയുണ്ട്, പക്ഷെ ആ വേല ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു സംതൃപ്തി ഇല്ല. കാരണം കർത്താവ് പറയുന്നു, ഞങ്ങളോട് ആരോ പറയാ, നിങ്ങളുടെ വേല ഇവിടെയല്ല, നിങ്ങളെ നോർത്ത് ഇന്ത്യക്ക് വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, നിങ്ങൾ പിന്നിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നത് എന്തിനാ എന്നുള്ള ഒരു ചോദ്യം. എന്നാൽ എങ്ങനെ പോകും? ഉണ്ടായിരുന്ന ചർച്ച ഞങ്ങൾ വിട്ടു, അത് മറ്റൊരു പാസ്റ്റർ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. പിന്നീട് ഞങ്ങൾ എങ്ങനെ പോകും എന്നിങ്ങനെ ചിന്തിച്ചിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നോർത്ത് ഗുജറാത്തിലെ കേടുബ്രഹ്മ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പാസ്റ്റർ ഉണ്ട്. അപ്പൊ ആ പാസ്റ്റർ കുടുംബമായിട്ട് ഞങ്ങളോട് പറഞ്ഞു, എന്നാൽ ഇങ്ങോട്ട് വന്ന് ഇവിടെ വേല ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ആ പാസ്റ്ററൊപ്പം 2012 അവസാനം ഞങ്ങള് കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ കേടുബ്രഹ്മയിലെ ആ പാസ്റ്റർ സ്കൂളില് 3 വർഷം പഠിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അവരോടൊപ്പം ചേർന്ന് വേല ചെയ്തു. അങ്ങനെ വേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവ് എന്റെ ഹസ്ബൻഡിനോട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളെ ഞാൻ ഇന്നൊരു ദേശത്തേക്ക്, ഇന്നൊരു സ്ഥലത്തേക്ക് അയക്കുക, മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥല അന്നിങ്ങനെ അന്ന് പുള്ളിയെ കാണിച്ചു കൊടുത്തു. അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾ എവിടെ പോയി വേല ചെയ്യണം എന്നൊരു ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന ഈഡർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഗുജറാത്തിലെ സാബർകാണ്ട ഡിസ്ട്രിക്റ്റിലെ ഈഡർ എന്ന് പറയും. ചുറ്റും മാർബിൾ മലകളാൽ ചുറ്റപ്പെട്ട, മാർബിൾ കല്ലുകളുടെ മലകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയൊരു ടൗൺ ആണ് ഇവിടെ. അങ്ങനെ കാണിച്ചു വന്നു. അങ്ങനെ 2013 ഞങ്ങള് ഈ ദേശത്ത് ഒരു ക്രിസ്തുമസിന്റെ സമയത്താണ് ഞങ്ങൾ ഇവിടെ കടന്നു വന്നത്. അപ്പൊ ഇവിടെ യാതൊരു ക്രിസ്ത്യൻസോ അല്ലെങ്കിൽ യാതൊരു ഒരു മലയാളീസോ അധികമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അപ്പൊ ഇങ്ങനെ കാണിച്ചു തന്ന് ഞങ്ങളിങ്ങനെ പോകുന്നപ്പോ ആരോ ഒരാൾ പറഞ്ഞു, ഇവിടെ ഒരു മദ്രാസി ഭവനം താമസിക്കുന്നുണ്ട്, ഇതേപോലെ തന്നെ രാജസ്ഥാനി ഏതൊരു ക്രിസ്ത്യൻ താമസിക്കുന്നുണ്ട്, അവര് നാമോദയ ക്രിസ്ത്യാനികൾ, അവരൊന്നും വലിയ പ്രാർത്ഥനയ്ക്കൊന്നും വരാൻ താല്പര്യം ഇല്ലാത്തവരാന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞങ്ങള് എന്തൊക്കെയായാലും നമുക്കൊന്ന് പോവാം എന്ന് ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ മദ്രാസിയുടെ ഭവനം അന്വേഷിച്ച് ഞങ്ങളിങ്ങനെ കയറി വരുക, ഇങ്ങനെ കടന്നു വന്നു. ഇങ്ങനെ കടന്നു വന്ന് അങ്ങനെ അന്വേഷിച്ച് ഞങ്ങളൊരു മലയാളിയെ പരിചയപ്പെട്ടു. അങ്ങനെ മലയാളി അവര് ആർസിക്കാര, അവരുടെ വീട്ടിൽ പോയി ഞങ്ങള് ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ചെന്നപ്പോ അവർക്ക് ഭയങ്കര സന്തോഷം. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴും അവർക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇവിടെ ഒരു മലയാളീസ് ഇല്ല, അവർക്കൊരു മലയാളിയെ കിട്ടാൻ വേണ്ടി അവരും നോക്കിയിരിക്കുക. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇറങ്ങി കഴിഞ്ഞ് അപ്പൊ ഈ മദ്രാസിയുടെ ഭവനം ഉണ്ടെന്ന് കേട്ടു. അപ്പൊ ആ മദ്രാസിലെ ഒരു തമിഴ്നാട്ടുകാർ അവിടെ താമസിക്കുന്നത്, അവരെങ്ങനെയും കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഞങ്ങൾ തിരിച്ച് വീണ്ടും ആ സ്ഥലത്തേക്ക് എന്നെ അന്വേഷിച്ച് പിടിച്ച് അവരുടെ വീട്ടിൽ ചെന്നു. അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവര് ഒരു ചിക്കി എന്ന് പറഞ്ഞ കപ്പലണ്ടി മിഠായിയുടെ ഒരു ഫാക്ടറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥയില് അവരുടെ
ബിസിനസ് ഏറ്റവും ഡൗൺ ആയിട്ട്, കാരണം അവരുടെ ജീവിതത്തിൽ അവരുടെ ഭവനത്തിൽ അടിക്കടി മരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അവരുടെ അനിയൻ മരിച്ച് അധികം ആയിട്ടില്ലായിരുന്നു. അതേപോലെ അവരുടെ ബിസിനസ് ഏറ്റവും ഡൗൺ ആയി പോയ ആ സമയത്ത് ഞങ്ങൾ അവരുടെ ഭവനത്തിലേക്ക് കടന്നു നിന്നു. അവിടെയുള്ള അക്ക ഞങ്ങളെ കണ്ടപ്പോൾ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാന്ന് കണ്ടപ്പോൾ വേഗം പായ വിരിച്ചിട്ട് അവര് മുട്ടയിൽ ഇരിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലെ ആ പ്രാർത്ഥന എല്ലാ ഞായറാഴ്ചയും പോയി ആരംഭിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് സന്തോഷമായി. അവരുടെ ഭവനത്തിന് അവരുടെ ഫാക്ടറി വളരാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര ഒരു അത്ഭുതത്തിലേക്ക് ദൈവം അവരെ നടത്തുവാൻ ഇടയായിത്തീർന്നു. അതേപോലെ തന്നെ ഞങ്ങള് മലയാളിയുടെ ഭവനത്തിലും അവിടെയും കടന്നു നിന്ന് പ്രാർത്ഥിച്ചു. അവിടെ ഇങ്ങനെ കടന്നു നിന്ന് പ്രാർത്ഥിച്ചപ്പോ തൊട്ടടുത്ത് ഒരു സിന്ധികളുടെ ഭവന. ആ സിന്ധികളുടെ ആ ആന്റി ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാന് TV-യിലൂടെ ഈ ദൈവവചനം കേൾക്കുന്നുണ്ട്. അവര് ഹിന്ദിക്കാരാ. അപ്പം ദൈവവചനം കേൾക്കുന്നുണ്ട്. ഞാന് എന്റെ ഒരു പാസ്റ്റർ വചനം ഞാൻ കേട്ടു. നിങ്ങൾ എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിൽ വന്നൊന്ന് പ്രാർത്ഥിക്കുക. എന്റെ മോൻ ഭയങ്കരമായിട്ട് മദ്യത്തിന് അടിമപ്പെട്ട് അവന് ഭയങ്കര അവന്റെ കുടുംബം പോലും നോക്കാൻ കഴിയാത്ത, പണിക്ക് പോലും പോകുന്നില്ലാത്ത ഒരു അവസ്ഥയിലൂടെ ഇരിക്കുക എന്നിങ്ങനെ പറയാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾ ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ആ മോന് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നു. പിറ്റേ ഒരാഴ്ചക്കുള്ളിൽ അവരുടെ ഫോൺ വന്നു. അവരുടെ മോൻ മദ്യപാനം എല്ലാം നിർത്തി അവര് ജോലിക്ക് പോകാൻ തുടങ്ങി എന്ന് പറയാൻ ഇടയായി തീർന്നു. അവർക്കും ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. അന്ന് മുതൽ അവരുടെ ഭവനത്തിന് ഞങ്ങൾ ഈടറിൽ ഒരു ദൈവത്തിന്റെ ആരാധന ആരംഭിക്കാൻ ഇടയായി തീർന്നു. ചിന്തികളായിട്ടുള്ള ആളുകള്, ഈ മലയാളിയായിട്ടുള്ള ഈ ആന്റിയും അതേപോലെ തന്നെ ആ തമിഴായിട്ടുള്ള ആ ആന്റി കടന്നു വരും. അങ്ങനെ ഞങ്ങൾ അവിടെ പ്രാർത്ഥന ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ച ആ പ്രാർത്ഥന പിന്നീട് ആളുകൾ കൂടിയപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ സ്ഥലമില്ലാതെ ഞങ്ങളൊരു വേറെ റൂം എടുത്ത് ഞങ്ങൾ അവിടെ ഒരു റൂം എടുത്ത് ആരാധന തുടങ്ങി. ഇങ്ങനെ ഇവിടെ ആരാധന അങ്ങ് വളരുവാനായിട്ട് പല കുടുംബക്കാര്, പല ഗുജറാത്തി ഫാമിലികള്, അതേപോലെ തന്നെ പല തമിഴ് ഫാമിലികള്, ഈ മൈൻസിലൊക്കെ ജോലി ചെയ്യുന്നവര് അങ്ങനെ കടന്നു വന്ന് പ്രാർത്ഥനയ്ക്ക് ഒരു കൂട്ടായ്മ ഇപ്പൊ ഞങ്ങൾ ഈ ദേശത്തേക്ക് ഞങ്ങൾ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ഇവിടെ പിന്നീട് ഞങ്ങള് ഇവിടെ താമസിച്ചു. പല ഗ്രാമങ്ങളിലും ഞങ്ങൾ വർക്ക് ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ഗ്രാമത്തിന്റെ ഒക്കെ ഉള്ളില് എന്താ പറയുക, കാടിന്റെ ഒക്കെ നടുക്കുള്ള ഗ്രാമങ്ങളിലൊക്കെ പോയി ഞങ്ങൾ സുവിശേഷം പറയുകയും അതേപോലെ തന്നെ അനേകര് ദൈവം അവരെ വിടുവിച്ചു. അന്ധകാരത്തിലിരിക്കുന്നവരെ അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തുവാൻ ദൈവം ഞങ്ങളെ ആ സമയത്തൊക്കെ ഞങ്ങളെ ഇടയാക്കി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ടാണ് ഞങ്ങൾ പല ഗ്രാമങ്ങളിലും ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് അവരെ പോയി കാണുകയും അവിടെ വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ദൈവം വലിയൊരു അത്ഭുതം തന്നെ നടത്തുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ദൈവത്തിന്റെ വേലയില് വ്യാപൃതമായി തീർന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ കൊറോണയൊക്കെ കടന്നു വന്നു. കൊറോണ കടന്നു വന്നതിന് ശേഷം എന്റെ ഹസ്ബൻഡ് 2022 പെട്ടെന്ന് എന്റെ ജീവിതത്തില് ഒരു കൊടുങ്കാറ്റ് എന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു. ഞാൻ അന്നും ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, അപ്പൻ സ്നേഹിക്കുന്ന മക്കൾ എന്ത് ചെയ്യും? ശിക്ഷിക്കും, അല്ലെ? ആ ഒരു ഇതെന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഞാൻ എന്റെ ജീവിതത്തില് എത്ര വലിയ ത്യാഗങ്ങൾ ഞാൻ സഹിച്ചത്. നമ്മളിപ്പോ പറയുമ്പോൾ ഇത് മാത്രമല്ല, എന്റെ ഇടയ്ക്ക് എന്റെ മാതാവിന് ക്യാൻസർ വന്ന് മാതാവ് ഭാരപ്പെട്ടപ്പോ വേറെ ആരും നോക്കാനില്ല, ആങ്ങളെ നോക്കത്തില്ല, ചേച്ചിയെ അവർക്ക് കുഞ്ഞു കൊച്ചുള്ളതുകൊണ്ട് പോകത്തില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നും ദൈവം എന്റെ മാതാവിനെ ശുശ്രൂഷിക്കാൻ 2-3 പ്രാവശ്യം എന്റെ മാതാവിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ആ സമയത്തൊക്കെ പോയി എന്റെ മാതാവിനെ താങ്ങുവാനും ശുശ്രൂഷിക്കാനും ഒക്കെ ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കി. എന്നാൽ ആ സമയത്താണ് എന്റെ ഹസ്ബൻഡും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുവാൻ ഇടയായിത്തീർന്നത്. 2022 വലിയൊരു കൊടുങ്കാറ്റ് എന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. എന്റെ മാതാവ് കോമയിലേക്ക് പോയി, പെട്ടെന്ന് മാതാവ് സ്ട്രോക്ക് വന്ന് തളർന്നുപോയി. ആ സമയത്ത് മാതാവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഞാൻ നാട്ടിലേക്ക് കടന്നുപോയി. 2 ആഴ്ച നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് പോകുവാൻ ഇടയായിത്തീർന്നു. അതെന്നെ ഭയങ്കരമായിട്ട് എന്നെ തളർത്തി കളയുവാൻ ഇടയായിത്തീർന്നു. കാരണം ലോകത്ത് ഒരു ആശ്രയം ഇല്ലായിരുന്നു, വേറൊരു ആശ്രയിപ്പം വേറൊരു ഇടവും ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. ആ സമയത്ത് ഞങ്ങള്
അതിന്റെ ഇടയ്ക്ക് ഞങ്ങളിവിടെ വേല ആരംഭിച്ചപ്പോ തന്നെ ഞങ്ങൾ ലെപ്രസികളുടെ ഇടയിൽ ഒരു വേല ആരംഭിക്കാൻ ഇടയായി തീർന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ നിന്ന് ആ സംഘടനക്കാര് പുള്ളി ഇവിടുത്തെ വേലയൊക്കെ നല്ലൊരു രീതിയിൽ കൊണ്ടുപോകാനൊക്കെ അവരിലൂടെ ദൈവം സഹായിച്ചു. ലെപ്രസികളായിട്ടുള്ള 10-40 കുടുംബക്കാരുണ്ട്. അപ്പൊ അവരൊക്കെയും ഈ ആരാധനയ്ക്ക് അവിടെ ഒരു ആരാധന ഹാള് പണിയാൻ ഇടയായി തീർന്നു. എല്ലാ സൺഡേയിലും ഉച്ച കഴിഞ്ഞ് അവിടെ ആരാധന, പിന്നെ മാസം ഒരു ഫുഡ് ബാഗ് അവർക്ക് കൊടുക്കും. അങ്ങനെ നല്ലൊരു അത്ഭുതം അവിടെ ചെയ്യുവാൻ ദൈവം ഇടയാക്കി. കാരണം ഞങ്ങൾ അവിടെ ഈ പ്രവർത്തിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈ ലെപ്രസികളായിട്ടുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു. കാരണം അവരുടെ കൈയും അവരുടെ കാലും ഒക്കെ കണ്ട നമുക്ക് അറയ്ക്കും. അതേപോലെയുള്ള ഒരു ഇതാ. കാരണം ഒരു സ്മെല്ല് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോ ഇങ്ങനെ പൊട്ടി ചിളിച്ചിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാ. എന്നാൽ ആ സമയത്തും ഞാനിപ്പോ ചിന്തിച്ചു, കർത്താവ് ഇവരുടെ ഇടയിൽ ഞാൻ എങ്ങനെ പോയി പ്രവർത്തിക്കുക, ഇനിയിപ്പോ ഇവരുടെ ഇടയിൽ പ്രവർത്തിച്ച് നമ്മൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരും ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നെങ്കിലും ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ നീ ഞങ്ങൾ അയച്ചെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വേല ചെയ്യണം എന്നുള്ളൊരു ചിന്ത എന്റെ ഉള്ളത്തിൽ വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ സൺഡേയിലും അവിടെ ആരാധനയ്ക്ക് പോകും. അവരെല്ലാവരും താല്പര്യത്തോടെ വാഞ്ചിയോടെ ആരാധിക്കാനായിട്ട് വന്നു. ഞാൻ പറയട്ടെ, അവിടെ ആരാധന അവിടെ മുറുകും തോറും ആ ലെപ്രസികളായിട്ടുള്ള അവരുടെ ആ ലെപ്രസി ഇങ്ങനെ കുറഞ്ഞു വരുവാനിടയായിത്തീർന്നു. അധികം ആളുകളിലേക്ക് ഇത് വ്യാപരിപ്പാൻ ഇടയാകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഇവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഇവരുടെ കുഞ്ഞു മക്കൾക്കോ ഒന്നും ഈ ലെപ്രസി വരുന്നില്ല. കാരണം നമുക്കറിയാം, പണ്ടൊക്കെ ലെപ്രസി വന്നു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തെ മുഴുവൻ തള്ളിക്കളയും. കാരണം അവർക്കും ഇത് പടർന്നു പിടിക്കുന്നു പറഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. എന്നാല് ഞാൻ പറയട്ടെ, ഞങ്ങൾ അവിടെ പ്രാർത്ഥന വെച്ചത് മുഖാന്തരം ഞാൻ പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് അതാ, അനേകര് അവിടെ ഹല്ലേലൂയ മറ്റുള്ളവർക്കൊന്നും ഈ രോഗം പടരാതെ ദൈവം അവരെ കാത്തു പരിപാലിച്ചു. ഇന്നും അവിടെ ലെപ്രസികൾ എന്ന് ഒരു കോളനി എന്ന് പറയുമെങ്കിൽ അധികം പേരില്ല. കുറച്ച് 1-2-3 പേരേ ഉള്ളൂ ലെപ്രസികളായിട്ടുള്ളവര്. പിന്നെ ഈ തളർന്നു കിടക്കുന്നവരും ഒക്കെ ഉണ്ട്. അവരുടെ ഇടയ്ക്കൊക്കെയാണ് ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത്. അവരുടെ ഇടയ്ക്ക് ആ വർക്ക് ഞങ്ങളിങ്ങനെ വിജയിച്ച് മുന്നോട്ട് കൊണ്ടുപോയി എന്റെ ഹസ്ബൻഡും ഇതുപോലെ മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ വലിയൊരു അവസ്ഥ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്റെ ഹസ്ബൻഡ് മരിച്ച് ഒരു 6 ദിവസം കഴിഞ്ഞപ്പോ ഭവനത്തിൽ നിന്ന് ഒരു ഫോൺ വന്ന്, എന്റെ മാതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടെന്ന് ഫോൺ വരുവാനിടയായി തീർന്നു. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ആരും ഒരു സഹായവും ഇല്ല. നാടും വിട്ട് വീടും വിട്ട് നാമോദയ കൂട്ടം വിട്ട് ജാതികളിൽ നിന്ന് ഇറങ്ങി തിരിച്ചിട്ട്, കർത്താവേ ഇങ്ങനെയാണല്ലോ എന്റെ ജീവിതത്തിൽ വന്നേന്നുള്ളൊരു വിഷമം, ഒരു ഭാരം എന്റെ ഉള്ളത്തിൽ വന്നപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഇതിനാണോ നീ എന്നെ വിളിച്ചത്? എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും എന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ ആരെന്നെ ഒന്ന് സഹായിക്കുമെന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കാനിടയായി തീർന്നു. ആ സമയത്ത് മോളെ BSc നഴ്സിംഗിന് വേണ്ടി ബാംഗ്ലൂർ കൊണ്ടാക്കിയിരുന്നു. മോനാണെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ സമയത്താണ് ഇതെല്ലാം സംഭവിച്ചത്. എങ്ങനെ ആയിത്തീരുമെന്നോ ഒന്നും എനിക്കറിയില്ല. എന്ന് ഞാൻ പറയട്ടെ, എന്റെ ദൈവം ഹല്ലേലൂയ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ഭാരം, ഒരു ദുഃഖം നമ്മുടെ ജീവിതത്തിൽ തരുന്നുവെങ്കിൽ മറ്റൊരു നന്മ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ട് എന്റെ ദൈവം തരുന്നത്. ഹല്ലേലൂയ. ആ സമയത്ത് ഹസ്ബൻഡിന്റെ മരണം കഴിഞ്ഞ് എല്ലാവരും കൈവിട്ടു. ആരും ഒരു സഹായത്തിനില്ല. എല്ലാവരും മാറിപ്പോകുന്ന അവസ്ഥ. ആരും ഇല്ലാത്തൊരവസ്ഥയിൽ ഒറ്റപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയില് രാവിലെ എഴുന്നേറ്റ കരച്ചില്, വൈകുന്നേരം വരെ കരച്ചില്. കർത്താവേ എന്താകും? ആരുമില്ലല്ലോ അപ്പാ എന്നിങ്ങനെ ചിന്തിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചു, ഇനി ഞാൻ അധികം ഇവിടെ നിൽക്കണ്ട, മോന്റെ പഠിത്തം കഴിഞ്ഞ ശേഷം നാട്ടിലേക്ക് എങ്ങനെയും പോവാം, എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം എന്നൊക്കെ ഉള്ളൊരു തീരുമാനമൊക്കെ എങ്ങനെ എടുത്തു. അപ്പൊ എടുത്തപ്പോൾ എന്നെ അന്ന് മുതൽ, എന്റെ ഹസ്ബൻഡ് മരിച്ച അന്ന് മുതൽ ഇന്ന് വരെ എന്നെ സപ്പോർട്ട്, എന്നെ കാര്യങ്ങള് എന്ന് പറഞ്ഞ എന്നെ ആത്മീയത്തിലും അതേപോലെ തന്നെ എന്നെ ഓരോ ഭാരപ്പെടുമ്പോൾ എന്നെ നല്ല വാക്കുകളെ കൊണ്ട് താങ്ങിയ ഒരു പാസ്റ്റർ കുടുംബമുണ്ട്. പാസ്റ്റർ ബെനഡിറ്റും സിസ്റ്റർ റീനയും. അവർ കുടുംബം എന്നോട് ഇപ്രകാരം ചോദിച്ചു, ഷീന നീ നാട്ടിൽ പോയാൽ നിന്നെ ആര് നോക്കും എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോയി ആ സഹോദരൻ ബ്രദർ എന്നോട് ചോദിച്ചു,
നീ നാട്ടിൽ പോയി എന്ത് ചെയ്യും, നീ ഇവിടെ നിൽക്ക്, ഈ വേല കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുവാനിടയായിത്തീർന്നു. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ കരഞ്ഞു, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്നെ കൊണ്ട് എന്ത് പറ്റും, എന്നെ കൊണ്ട് പറ്റില്ല കർത്താവെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ എന്ന് ഞാൻ നിങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഒരു ചോദ്യം ചോദിക്കാനിടയായിത്തീർന്നു. മന്ദമായിട്ട് ആ ദൈവത്തിന്റെ ശബ്ദം എന്റെ കാതുകളിൽ മുഴുവാനിടയായിത്തീർന്നു. എന്നെ ദൈവം ഇപ്രകാരം വിളിച്ചു, ഷീന നീ എനിക്ക് വേണ്ടി ജീവിച്ചോളാന്ന്, നീ ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊള്ളാന്ന് നിന്റെ ജീവിതത്തിൽ നീ തീരുമാനം എടുത്തപ്പോൾ യേശുവിനെ നിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യം എന്നോട് ദൈവാത്മാവ് ചോദിക്കാനിടയായിത്തീർന്നു. അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇല്ല കർത്താവേ, അന്ന് ഞാന് കുഞ്ഞുനാളിൽ ഞാൻ ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിക്കാം, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നുള്ള ആ ഇതെന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ഞാൻ ഭാവന കാണുമായിരുന്നു. പല സ്ഥലങ്ങളിൽ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഞാൻ ഒറ്റയ്ക്ക് പോയി ട്രാക്റ്റുകളെ കൊടുക്കുന്നതും സുവിശേഷം പറയുന്നതായിട്ടുള്ള ആ ഭാവന എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കാണുമായിരുന്നു. അപ്പൊ ഇതെല്ലാം ഞാൻ ഓർത്തു എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ കരഞ്ഞു, കർത്താവേ നിന്റെ ഹിതാണെങ്കിൽ ഞാൻ ഇവിടെ നിർത്തണം, ഞാൻ നിനക്ക് വേണ്ടി നിന്നോളാമെന്ന് അന്ന് ഞാൻ തീരുമാനമെടുത്ത്. ഞാൻ പറയട്ടെ, ഞാൻ അറിയാത്ത വഴികളെ ദൈവം തുറന്നു തന്നു. ഞാൻ അറിയാത്തവരെന്റെ അടുക്കലേക്ക് അയച്ച് എന്റെ ദൈവം എന്നെ നിർത്തുവാനിടയായി തീർന്നു. അങ്ങനെ ഹല്ലേലൂയ. അങ്ങനെ എന്റെ ഹസ്ബൻഡ് മരിച്ചു, ഒരു അമ്മയും മരിച്ചു. അങ്ങനെ ഭയങ്കര ഒരു പ്രതികൂലത്തിന്റെ അവസ്ഥയിലൂടെ പോയി. എങ്കിലും ഞങ്ങളുടെ സഭയിലുള്ള വിശ്വാസികൾ ആരും പിന്മാറിപ്പോയില്ല. എല്ലാവരും എന്നോട് പറഞ്ഞു, സിസ്റ്റർ നിൽക്കണം, ഇവിടെ നിന്ന് വേല ചെയ്യണം, ഞങ്ങളെല്ലാം കൂടെയുണ്ട് എന്നുള്ള ഒരു വാക്ക് അവര് പറയുവാനിടയായിത്തീർന്നു. അങ്ങനെ ദൈവം എന്നെ ഇവിടെ നിർത്തുവാനിടയായിത്തീർന്നു. ആ സമയത്താണ് എനിക്ക് കുഞ്ഞു മോനെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഹെർണിയ എന്ന് പറഞ്ഞ ഒരു അസുഖം പിടിപെട്ടു. ആംബ്ലിക്കൻ ഹെർണിയാണ്. ഡോക്ടർ പറഞ്ഞത് 100 പേർക്കാണ് ഈ ആംബ്ലിക്കൻ ഹെർണിയ ഉണ്ടാവുന്നത്, അത് പുക്കളിലാണ് ഉണ്ടാവുന്നത്. അപ്പൊ അത് മോനെ പ്രസവിച്ചു കഴിഞ്ഞ ശേഷം ഉണ്ടായത് ഏകദേശം 13 വർഷമായി. അപ്പൊ ഓരോ വർഷം ചെല്ലുന്നവർ അത് ഇങ്ങനെ വലുതായി ഇങ്ങനെ മുള പോലെ ഇങ്ങനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടിരുന്നു പുക്കളിന്റെ ഉള്ളില്. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഒരു പ്രാവശ്യം ചെന്നപ്പോ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണം, ഓപ്പറേഷൻ ചെയ്യാതെ വേറെ ഒരു വഴിയില്ല, ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം, പിന്നെ ആളെ തിരിച്ചു കിട്ടില്ല എന്നൊക്കെ അന്ന് പറഞ്ഞ ഹസ്ബൻഡിനോട്. പക്ഷെ ഞങ്ങൾ ഓരോ ദിവസം ഓരോ വർഷം ഞങ്ങൾക്ക് ഇന്ന പോലെ ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ ചിന്തിക്കും. എങ്കിൽ തന്നെയും ആ സമയത്ത് ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആരും സഹായിക്കാൻ ഉണ്ടാവില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ പിന്നീട് എനിക്ക് എന്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോ ഈ പുക്കള് ഹെർണിയ എനിക്ക് വേദന തുടങ്ങുവാനിടയായിത്തീർന്നു, അവിടെ ഒരു പഴുപ്പ് വരുവാനിടയായിത്തീർന്നു. അപ്പൊ ഞാനിങ്ങനെ പലരോടും സംസാരിച്ചപ്പോ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ സഹോദരനോട് ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു, നീ ഓപ്പറേഷന് വേണ്ടതായിട്ടുള്ള എല്ലാം നീ ചെയ്തോ എന്ന് ആ സഹോദരൻ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആശുപത്രി പോയി. അപ്പൊ ആശുപത്രി പോയപ്പോൾ എനിക്ക് എന്റെ കൂടെ നിൽക്കുവാൻ ആളില്ല, ആരും നോക്കുവാൻ ആളില്ല. ഞാനും മോനും മാത്രമേ ഉള്ളൂ. മോനാണെങ്കിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായം. ആര് നോക്കുമെന്ന് ചിന്തിച്ചു. പെട്ടെന്ന് എന്റെ ഒരു കൂട്ടുകാരി ചേച്ചി എന്നെ നാട്ടിൽ നിന്ന് വിളിച്ചു. ആ ചേച്ചി പറഞ്ഞു, ഞാൻ നിന്റെ അടുത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് വരാം ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി വന്ന് ഞാൻ പറഞ്ഞിട്ട് ഹെർണിയക്ക് വേണ്ടി ഓപ്പറേഷന് വേണ്ടി എന്നെ അഡ്മിറ്റ് ആക്കി. ഡോക്ടർ തീയതി തന്നു. അങ്ങനെ ഞാൻ ഓപ്പറേഷൻ ഏകദേശം ഒരു 2 മണിക്കൂർ ഉണ്ടാവുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ 4 മണിക്കൂറായിട്ട് തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വെളിയിൽ ഇറക്കുന്നില്ല. അപ്പൊ കൂടെ നിന്ന ഈ പാസ്റ്റർ ഫാമിലിയും അതേപോലെ തന്നെ ഈ ചേച്ചിക്കൊക്കെ ആകെ പേടിയായി, എന്ത് ചെയ്യണം. കാരണം ഒന്നുമില്ല, എന്റെ വീട്ടുകാരോ നാട്ടുകാരോ ഹസ്ബൻഡിന്റെ വീട്ടുകാരോ ആരുമില്ല, ഇവര് എല്ലാം അന്യരാ. പക്ഷെ എങ്കിലും ദൈവസ്നേഹത്താല് ഞങ്ങൾ എല്ലാം ദൈവത്തിന്റെ സ്നേഹത്താല് ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളെ പോലെ കഴിയുന്നത് കൊണ്ട് ദൈവ ആ സമയത്ത് ഇവരിലൂടെ ഒരുക്കാനിടയായിരുന്നു. പെട്ടെന്ന് ഡോക്ടർ ഉള്ളിൽ നിന്ന് കടന്നു വന്നിട്ട് ഈ ചേച്ചിയെ വിളിച്ചിട്ട് ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് എന്റെ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് ഇങ്ങനെ വയർ പൊളിച്ചു വെച്ചിരിക്കുന്ന ആ ഇത് കാണിച്ചു തന്നു. പെട്ടെന്ന് ചേച്ചിക്ക് തല കറങ്ങി. ചേച്ചിയോട് ഡോക്ടർ പറഞ്ഞു, ഈ കൊച്ചിന്റെ ഈ പുക്കള് നോക്ക, ഇതിന്റെ ഉള്ളിൽ ഒന്നുമില്ല, ഇത് മൊത്തം ഇൻഫെക്ഷൻ ആയി, ഉള്ളു മുഴുവൻ ഇൻഫെക്ഷനാ. ഇനി ഇത് ഈ പുക്കൾ ഇങ്ങനെ വെച്ചാലും ഈ കൊച്ചിന് ഒരു പ്രയോജനമില്ല. പക്ഷെ ഈ കൊച്ചിന് ഇന്ന് ഓപ്പറേഷൻ ചെയ്തില്ലായിരുന്നെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഈ കൊച്ചി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. അതേപോലെ ഇൻഫെക്ഷൻ ആയി, വയറ് മുഴുവൻ ഇൻഫെക്ഷൻ ആയി ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എന്ന് പറയുവാനിടയായിത്തീർന്നു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന പാസ്റ്റർ എല്ലാവരും പറഞ്ഞു, നിങ്ങളെന്നാ ഓപ്പറേഷൻ ചെയ്ത് അത് കളഞ്ഞോളം പറഞ്ഞു. അങ്ങനെ എന്നെ ഡോക്ടർ അന്ന് ഓപ്പറേഷൻ ചെയ്തു, പൂക്കളെല്ലാം എടുത്ത് കളഞ്ഞു. പിന്നീട് അവരെന്നെ റൂമിലേക്ക് മാറ്റി. ആ സമയത്തൊക്കെ ഞാൻ പറയട്ടെ, എന്റെ ദൈവം എത്രത്തോളം എന്നെ സഹായിച്ചു. കാരണം അതേപോലെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി ആരും സഹായിക്കാനില്ല.
ആരുമില്ലാത്ത ഒരവസ്ഥ. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ എന്റെ കർത്താവ് എന്റെ മരണത്തിൽ നിന്ന് എന്നെ വിടിയിപ്പാനിടയായി തീർന്നു. അന്ന് ഞാൻ ചിന്തിച്ചു, അന്ന് ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ ഇന്ന് എന്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ലായിരുന്നു, അവർ അനാഥരായി പോകും, എങ്ങനെ എന്റെ കുഞ്ഞുങ്ങൾ ജീവിക്കും എന്നുള്ള ആ ചിന്തയൊക്കെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ദൈവം ഒന്നും ദോഷത്തിനായിട്ട് ചെയ്യുന്ന ദൈവമല്ല, ദൈവമെല്ലാം നമുക്ക് നന്മയ്ക്കായിട്ട് ചെയ്യുന്ന ദൈവം എന്നൊന്നുകൂടി എന്റെ ജീവിതത്തില് ത്തോളം ആ ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നീട് ഞാൻ വീട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷത്തിനുള്ളില് എന്റെ ആങ്ങള ഇതേ മാസം, എന്റെ ഹസ്ബൻഡും എന്റെ അമ്മയും മരിച്ച അതേ മാസം തന്നെ എന്റെ ആങ്ങളെയും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയി. അങ്ങനെ അടിക്കടി 3 മരണങ്ങള് എന്റെ ഈ 2022 2023 സംഭവിക്കാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, അന്നും എന്റെ ദൈവം ഞങ്ങളെ നിലനിർത്തി. ഞാൻ ചിന്തിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ എന്റെ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയും, ആരും ഇല്ലല്ലോ നമുക്ക്. ഞാൻ പറയും, നമുക്ക് ദൈവമുണ്ട്. ആരുമില്ലെങ്കിലും നമ്മളെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ മാതാവ് മരിക്കുന്നതിന് മുമ്പ് എന്റെ മാതാവ് എന്റെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷമാണ് എന്റെ മാതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകാനിടയായിത്തീർന്നത്. കാരണം ഞാൻ അവിടെ ശുശ്രൂഷിക്കുമ്പോൾ അമ്മച്ചിയുടെ അടുത്ത് ചെന്ന് അമ്മച്ചിയോട് ഇപ്രകാരം പറഞ്ഞു, അമ്മ, ഞാൻ എന്റെ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നെന്ന് പറയുവാൻ ഞാൻ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന എന്റെ മാതാവ് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. പിന്നീടാണ് എന്റെ മാതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയത്. ഞാൻ അതിലൊന്നും ഞാൻ ഭാരപ്പെടുന്നില്ല. എങ്കിലും എന്റെ ദൈവം ചില ശോധനകളിലൂടെ എന്നെ കടത്തിവിട്ടത് എന്തിനെന്ന് ചോദിച്ചാൽ, ഞാനൊരു പൊന്നുപോലെ പുറത്തു വരേണ്ടതിനാ. എനിക്കറിയാം എന്റെ കർത്താവിന് എന്നിലൂടെ ചില പ്രവൃത്തികൾ ചെയ്തെടുക്കേണ്ടതുണ്ട്. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവരെയാണ് ശിക്ഷിക്കുന്നത്. എന്തിനെന്നറിയാമോ? ഈ ശിക്ഷ തരുമ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചു, ഞാൻ തീർന്നു. ഞാൻ ഷീന പോയി, ഷീന ഇനി ജീവിക്കില്ല, ഷീന ഇനി മുന്നോട്ട് പോവാൻ യാതൊരു തരത്തിലുള്ള ഓപ്ഷനും ഇല്ലെന്ന് ചിന്തിച്ച സ്ഥാനത്ത് എന്റെ ദൈവം ഇത്രത്തോളം എന്നെ നിർത്തുവാൻ ഇടയായി തീർന്നു. ഞാൻ പറയട്ടെ, എന്റെ കർത്താവിന്റെ വചനവുമായിട്ട് ഇന്നും നിൽക്കുന്നത് കൊണ്ടാണ് എന്റെ കർത്താവ് എന്നെ നിർത്തിയിരിക്കുന്നത്. അല്ലപ്രസികളുടെ ആയിട്ടുള്ള കോളനിയില് ഇപ്പൊ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു 10-15 വിധവമാരുണ്ട്. അവര് എല്ലാ ദിവസവും എന്റെ അടുത്ത് പ്രയറിന് വന്ന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഒക്കെ വിളിക്കും, ഒക്കെ ചെയ്യും. എന്നാല് അതില് 2-3 പേർക്ക് വേറൊരു സിസ്റ്റർ മുഖാന്തരം ഒരു 3 ഭവൻ, ഒരു 3 റൂം വെച്ച് കൊടുക്കുവാൻ ദൈവത്തിലൂടെ ഒരു അത്ഭുതം ദൈവം ചെയ്തു. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. കാരണം ആ സമയത്ത് ഈ 3 വിധവകളായിട്ടുള്ള സ്ത്രീകള്, ഒരു ദിവസം ഞാനിങ്ങനെ ചെന്നപ്പോൾ മഴ ഭയങ്കരമായിട്ട് പെയ്യുന്നു. ഒരമ്മച്ചി ഇങ്ങനെ മുറ്റത്ത് കിടക്കുന്നു, കട്ടിലേല് കിടന്നിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റ് ഇങ്ങനെ പൊളിച്ചിരിക്കുന്നു. അത് കണ്ടപ്പോ എന്റെ ഹൃദയം അങ്ങ് തകർന്നു പോയി. എന്ത് ചെയ്യും കർത്താവേ? ഞാൻ വാടക വീട്ടിലെ താമസിക്കുന്നെങ്കിൽ ഞാനൊരു നല്ല വീട്ടിൽ താമസിക്കുന്നു, പക്ഷെ ഈ അമ്മച്ചിക്ക് ഒരു വീടും ഇല്ലല്ലോ, ഒന്നുമില്ലല്ലോ എന്ന് ഇങ്ങനെ ചിന്തിച്ച് പെട്ടെന്ന് ഒരു സിസ്റ്ററെ ഞാനിങ്ങനെ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ, ഇങ്ങനെ 2-3 സഹോദരിമാരുണ്ട്, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ആ സിസ്റ്ററും പ്രാർത്ഥിച്ചു. അങ്ങനെ ആ സിസ്റ്റർ മുഖാന്തരം 3 പേർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുവാൻ, ഒരു ചെറിയൊരു റൂം പോലെ വെച്ച് കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. അതുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാനിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ചിലർക്ക് പണിയെടുക്കാനൊന്നും പറ്റില്ല, ചിലർക്ക് ഇങ്ങനെ ഭിക്ഷയാചിക്കാനൊക്കെ പോകുന്നവരുണ്ട്. അവർക്ക് ഇടയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു നന്മ അവരിലൊക്കെ കൊടുക്കും. ഒരു നേരത്തെ ഫുഡിനുള്ള വക മാസം ഒരു കിറ്റ് എന്തെങ്കിലും കൊടുക്കുവാൻ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവം എന്തെങ്കിലും ഒരു വഴി അതിന് വേണ്ടി തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെയുള്ള വേല ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ദൈവത്തിന് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മോള് BSc നഴ്സിംഗിന് 3rd year പഠിക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലം എന്റെ കുഞ്ഞിന്റെ ഫീസ് അടയ്ക്കുവാൻ പല ദൈവ അത്ഭുതകരമായിട്ടുള്ള വഴികളെ ദൈവം തുറന്ന് ദൈവം
ചെയ്തു. അതുപോലെ തന്നെ ഈ വർഷത്തെ ഉണ്ട്, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. അതിനൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ മോനും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അവന്റെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു, അവനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇവിടുത്തെ വേല ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ ഈ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിൽ എനിക്ക് ആ വേല എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണം, അനേകർ കർത്താവിന് വേണ്ടി നേടണം, എന്റെ നോർത്ത് ഇന്ത്യയില് ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്ന ഒരു വിളക്കായി തീരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഇവിടുത്തെ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. 2 സഭയുണ്ട്. സഭയിലെ ആരാധനയൊക്കെ ലീഡ് ചെയ്യുന്നത്, നടത്തുന്നതൊക്കെ ഞാൻ തന്നെയാ. എന്തെങ്കിലും കർത്തൃമേശയോ അങ്ങനെ എന്തെങ്കിലും സ്നാനമൊക്കെ ഉണ്ടെങ്കിൽ അടുത്തുള്ള പാസ്റ്റർ കുടുംബം വരും, അവരാണ് നടത്തുന്നത്. അങ്ങനെ ദൈവത്തിന്റെ കൃപയാല സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. എല്ലാ ദൈവമക്കളെയും ഇവിടുത്തെ വേല ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എനിക്ക് ഇത്രത്തോളം ഈ ജോയ്സ് ടിവിയിലെ ഇത്രത്തോളം സാക്ഷ്യം പറയുവാൻ ദൈവം ഒരുക്കി തന്ന അവസരത്തെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ പ്രിയ ആന്റിയെയും അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ പ്രവർത്തിച്ച എല്ലാ ദൈവത്തിന്റെ ദാസന്മാരെയും ഈ സമയത്ത് എന്റെ നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രവർത്തനം ഇനിയും വലുതായിട്ട് എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ ഷീന സിസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസ്യതയും ഉപയോഗിക്കട്ടെ ആ ദേശത്ത്. ഹല്ലേലൂയ. കർത്താവ് അവിടുന്ന് അനേക ജീവിതങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടിയെടുക്കുവാൻ, ഹല്ലേലൂയ, വളരെ താഴ്ന്ന നിലയിലുള്ള ഭിക്ഷ യാചിക്കുന്നവരുടെ ഇടയിലും കുഷ്ഠരോഗികളുടെ ഇടയിലൊക്കെ പോയി പ്രവർത്തിക്കുവാൻ കർത്താവിൻ്റെ ദാസ്യ ദൈവം ഉപയോഗിക്കുന്നു. ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ ദാസ്യെ പിന്നെയും ദൈവം ഉപയോഗിക്കേണ്ടതിനും അനേകർക്ക് ആശ്വാസമാക്കി നിർത്തേണ്ടതിനും, ഹല്ലേലൂയ, കർത്താവിൻ്റെ ദാസ്യ ദൈവം സഹായിക്കട്ടെ, ഉപയോഗിക്കട്ടെ ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഓക്കേ, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സമയത്തിനായിട്ട് നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു കർത്താവേ. അപ്പ ഈ ജോയ്സ് ലൈവ് ടിവിയിലെ കർത്താവെ കടന്നു വന്ന അല്പസമയം ദൈവം അടിയനെ നടത്തിയ വിധങ്ങളെ ഓർത്ത് പറയുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ വാഴ്ത്തുന്നു. അപ്പ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എന്റെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും ദുരനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ അപ്പൻ സഹായിക്കണമേ കർത്താവെ. പ്രത്യേക ജോയ്സ് ടിവിയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, എന്റെ പ്രവർത്തനങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. ഇത് മുഖാന്തരം കർത്താവെ അനേകരെ അറിയപ്പെടുക കർത്താവെ. ഹല്ലേലൂയ. അനേകര് ശോഭിക്കപ്പെടുവാൻ തക്കവണ്ണം സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രവർത്തനത്തിന്റെ എല്ലാ സംഘാടിതരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. വലിയൊരു നിലയിലേക്ക് ഈ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഓക്കെ സിസ്റ്റർ, താങ്ക് യു. കർത്താവ്